SIT നോക്കുന്നതാണ്. SIT is being monitored. Investigation is being monitored by the High Court. SIT is looking into the matter. Whatever evidence that comes, they will go ahead like that. അതിന് SIT I'm the outside here. I could not go to participate there. SITക്ക് ഒരു ഫ്രീ ഹാൻഡ് കൊടുത്തിരിക്കുകയാണ്. എത്ര വലിയ കൊമ്പനായാലും പിടിക്കാം എന്നുള്ളതാണ്. ഡെഫിനറ്റ് ആയിട്ട് SITയുടെ യാതൊരു റിസ്ട്രിക്ഷനോ അങ്ങനെ ഒന്നുമില്ല. SIT is functioning under the supervision of the Honorable High Court of Kerala. Information that one ISIS has been picked up from Kerala. You have any tremendous information? Actually, he came from outside and he was arrested here because the LOC against him. ATS. Yes. Any information being shared with തന്ത്രിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്വേഷണം നടക്കട്ടെ. നമ്മൾ അതിനകത്ത് എല്ലാ ഘട്ടങ്ങളിലും പ്രതികരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയുടെ മേൽനോട്ട് നടക്കുന്ന കാര്യമാണ്. അതിനിടയ്ക്ക് ഓരോ ദിവസം നടക്കുമ്പോൾ അതിലെല്ലാം പ്രതികരിക്കുന്നത് ശരിയല്ല. അപ്പോൾ അന്വേഷണം ശരിയായ ദിശയിൽ നമ്മൾ കോടതി സംതൃപ്തി രേഖപ്പെടുത്തിയല്ലോ. അതാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത്. അതിന് വ്യത്യസ്തമായ എന്തെങ്കിലും വന്നെങ്കിൽ അപ്പോൾ പറയാം. അന്വേഷണം കഴിയട്ടെ, എന്നിട്ട് നമുക്ക് എല്ലാ കാര്യവും. മകരവിളക്ക് മഹോത്സവത്തിനായുള്ള ഒരുക്കത്തിലാണ് സന്നിധാനം. മകരജ്യോതിയുടെ പുണ്യദർശനത്തിനായി കാത്തിരിക്കുകയാണ് ലക്ഷക്കണക്കിന് ഭക്തർ. അപ്പോഴാണ് നടക്കുന്ന ഈ വാർത്ത പുറത്തു വരുന്നത്. ശബരിമല തന്ത്രി കണ്ഠരര് രാജീവർ അറസ്റ്റിലായിരിക്കുന്നു. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് അറസ്റ്റ്. സ്വർണ്ണക്കൊള്ളക്കേസിൽ നിർണായക വഴിത്തിരിവിലാണ് അന്വേഷണ സംഘം. ഇനിയുള്ള നീക്കങ്ങൾ അതിലും നിർണായകമാണ്. അയ്യൻ്റെ മുതലുകെട്ട കള്ളന്മാർ ആരൊക്കെ? എ പത്മകുമാർ പറഞ്ഞ ദൈവതുല്യൻ ഈ തന്ത്രിയാണോ? ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നു. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ഞാൻ പ്രേക്ഷകരിലേക്ക് വരാം. ആദ്യം ഡാനിലേക്ക് പോകുന്നു. ഡാൻ, ഇത് ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? എപ്പോഴേക്ക് തന്ത്രിയെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്? തുടർ നടപടികൾ എന്തൊക്കെ എന്നാണ് അവിടെ നിന്ന് വ്യക്തമാകുന്നത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയും എ പത്മകുമാറും നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ വിശദമായ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി കേസിൽ കൃത്യമായ പങ്കുണ്ട് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ശബരിമലയിലെ തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. അങ്ങനെയെങ്കിൽ വൈകാതെ തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് പിന്നാലെ അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്കായി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചേക്കും. അവിടെ നിന്നായിരിക്കും കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് എത്തിക്കുക. കോടതിയുടെ സമയം 5 മണിവരെയാണ്. എങ്കിലും അതിനുശേഷവും ഇതൊരു പ്രത്യേക കേസായതിനാൽ ഒരുപക്ഷെ കോടതിയുടെ അല്പസമയം കൂടെ മജിസ്ട്രേറ്റ് കോടതിയിൽ തുടർന്നേക്കാം. അതല്ല എങ്കിൽ മജിസ്ട്രേറ്റിന്റെ വസതിയിലായിരിക്കും തന്ത്രി കണ്ഠരര് രാജീവരെ ഹാജരാക്കുക. അതിനുശേഷം റിമാൻഡിൽ വിട്ടതിനു ശേഷം പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു നീക്കമാണ് അന്വേഷണ സംഘം നടത്തുന്നത് എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഒരു അറസ്റ്റ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചത്, ശബരിമല ക്ഷേത്രത്തിൽ എത്തിച്ചത് തന്ത്രി കണ്ഠരര് രാജീവരാണ് എന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ എ പത്മകുമാറിന്റെ നിർണായകമായ മൊഴിയാണ് തന്ത്രി കണ്ഠരര് രാജീവർക്ക് ഏറ്റവും വലിയ കുരുക്കായി മാറിയത്. അങ്ങനെയാണ് കഴിഞ്ഞ നവംബർ മാസത്തിൽ അദ്ദേഹത്തെ ഇവിടേക്ക് ചോദ്യം ചെയ്യാനായി ആദ്യമായി വിളിച്ചു വരുത്തിയത്. അന്ന് അന്വേഷണ സംഘം ചോദിച്ച ചോദ്യങ്ങളോട് പ്രധാനപ്പെട്ട, അതായത് ഭരണപരമായ ഉത്തരവാദിത്തങ്ങൾ തങ്ങൾക്കല്ല എന്നും അതിന്റെ ചുമതല മുഴുവൻ ദേവസ്വം ബോർഡിന് ആണ് എന്നുമായിരുന്നു ഈ അദ്ദേഹത്തിന്റെ പ്രതികരണം. താന്ത്രിക വിധി പ്രകാരമുള്ള കാര്യങ്ങളിൽ മാത്രമാണ് നിലപാടെടുക്കുകയും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തത്. അതേസമയം ഇതിലൊരു പ്രധാന ചോദ്യം ഉയർന്നത്, ഈ അന്വേഷണം തുടങ്ങിയത് കുറെ മാസങ്ങൾക്ക് മുമ്പാണ്. എന്തുകൊണ്ട് ഇത് ഇത്ര വൈകി ഈ ഒരു അറസ്റ്റ് എന്നതാണ് ഒരു പ്രധാന വിഷയം. ഒക്ടോബർ 6-ാം തീയതിയാണല്ലോ ഹൈക്കോടതി ഇതിൽ സ്വമേധയാ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നു. SIT ആദ്യ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഒക്ടോബർ 21-നാണ്. പക്ഷേ ഇത്രയും നാൾ ഇത് ന്യായീകരിക്കാനാകുന്ന ഒരു കാല വിളംബരം തന്നെയാണോ ഡാൻ? കോടതിയുടെ ഭാഗത്ത് നിന്ന് സുതാര്യമായാണ് അന്വേഷണം നടക്കുന്നത് എന്ന വിശദീകരണം ലഭിച്ച ഒരു കേസിൽ നമ്മൾ അങ്ങനെ ഒരു സംശയം ഉന്നയിച്ചുകൊണ്ട് മുമ്പോട്ടെത്തിയാൽ അത് എത്ര കണ്ട് ശരിയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ കോടതിയുടെ ഭാഗത്തു നിന്ന് നേരത്തെ ഒരു വിമർശനം ഉണ്ടായിട്ടുണ്ട്. അന്വേഷണം ഉദ്യോഗസ്ഥരെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് നടക്കുന്നത് തൃപ്തി പ്രകടിപ്പിക്കുകയാണ് ഏറ്റവും ഒടുവിൽ, അല്ലെ? ആദ്യഘട്ടത്തിൽ ഒരു അതൃപ്തി ഉണ്ടായിരുന്നു, ചില ആളുകളിലേക്ക് പോകുന്നില്ല എന്ന് കണ്ട്. ഇപ്പോൾ കോടതിയും അതിന് തൃപ്തി പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ഉന്നതർ കുടുങ്ങും എന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ?
അതായത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കൃത്യമായ ഈ അറസ്റ്റിലേക്കോ കസ്റ്റഡിയിലേക്കോ കടക്കാൻ കഴിയുള്ളൂ. അത് തന്നെയായിരുന്നു അവരുടെ ഏറ്റവും വലിയ സമ്മർദ്ദവും. കാരണം ഈ ഗൂഢാലോചന തെളിയിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ദൌത്യമാണ്. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ തെളിവുകളൊക്കെ ശേഖരിച്ചതിന് ശേഷം മാത്രമേ അത്തരം നീക്കങ്ങളിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. അതല്ല എങ്കിൽ അതിനേക്കാൾ വലിയ തിരിച്ചടി കോടതിയിൽ വാദങ്ങൾക്കിടയിൽ വിചാരണ വേളയിലൊക്കെ നേരിടേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കൃത്യമായ തെളിവുകൾ പഴുതടച്ച അന്വേഷണത്തിലൂടെ കണ്ടെത്തിയതിനു ശേഷം മാത്രം മതി തുടർ നീക്കങ്ങൾ എന്നൊരു തീരുമാനത്തിലേക്ക് അത് വളരെ കൃത്യമാണ് ഡാൻ പറഞ്ഞ ആ ഒരു കാര്യം വളരെ ശരിയാണ്. ഒരു അന്വേഷണമാകുമ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതിക്കെതിരെ കൃത്യമായി തെളിവുകൾ ശേഖരിക്കുക, അത് അല്പം താമസിച്ചാൽ പോലും അത് കാര്യമാക്കേണ്ടതില്ല. പക്ഷേ കൃത്യമായി തെളിവുകൾ ശേഖരിക്കുക, ഇയാൾ യഥാർത്ഥത്തിൽ കുറ്റക്കാരനാണോ എന്ന് കണ്ടെത്തി ഉറപ്പാക്കിയതിന് ശേഷം അറസ്റ്റ് നടത്തുക എന്നത് ശരിയാണ്. പക്ഷേ ഈ വൈദ്യപരിശോധന നടപടികളൊക്കെ എത്ര പെട്ടെന്ന് തീരുമെന്ന് കരുതാനാകും ഡാൻ? ഒരുപക്ഷെ 2 മണിക്കൂറിനകത്ത് ആ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായേക്കാം. നേരത്തെ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തപ്പോഴും ഇതേപോലൊരു സമയത്തായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ 2 മണിക്കൂർ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ 6 മണിക്ക് മുമ്പോ അല്ലെങ്കിൽ 6 മണിക്ക് ശേഷമോ തൊട്ട് വൈകാതെ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് റെക്കോർഡ് ചെയ്ത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം ഇവിടെ നിന്ന് വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് എത്തിക്കാനാണ് സാധ്യത. ആ സ്ഥലത്തുണ്ടല്ലോ, അപ്പോൾ കൃത്യമായ വിവരങ്ങൾക്ക് ഞാൻ വീണ്ടും ബന്ധപ്പെടാം. പക്ഷേ പൊതുവേദി എന്ന നിലയിൽ ഞാൻ ചില പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി പോയിട്ട് ഞാൻ ഡാനിലേക്ക് മടങ്ങി വരാൻ. രവീന്ദ്രൻ കാഞ്ഞിരപ്പള്ളി ഇന്ന് വളരെ തിരക്ക് പിടിച്ചൊരു ദിവസമായി പോയി. ശ്രീ രവീന്ദ്രൻ കാഞ്ഞിരപ്പള്ളി, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഇത് തന്ത്രിയിലേക്ക് എത്താൻ അന്വേഷണ സംഘം എടുത്ത സമയത്തെക്കുറിച്ച് രവീന്ദ്രൻ കാഞ്ഞിരപ്പള്ളിക്ക് എന്ത് തോന്നുന്നു? സമയം നമ്മൾ ആലോചിക്കേണ്ട മനു, ഇത് കറക്റ്റായിട്ട് ഈ തന്ത്രിക്ക് പങ്കുണ്ടെന്നുള്ള നമ്മൾ ഒരു മാസം മുമ്പ് കിരണിന്റെ ഇത് പൊതുവേദിയിൽ ഞാൻ പറഞ്ഞ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു. ഈ തന്ത്രി തന്നെ ഒരു തന്ത്രിയും കൂടെ അതിനകത്ത് അറസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. ഇയാൾക്കറിയാതെ ഈ 18-ാം പടി മുതൽ ശ്രീകോവിൽ വരെ ഈ പുള്ളിയുടെ അധീനതയിലുള്ള ഈ പുള്ളിക്ക് അറിയത്തില്ലെന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും സമ്മതിക്കില്ല. പ്രത്യേകിച്ച് ഞാൻ 16 കൊല്ലം ശബരിമല പോയൊരു ഹിന്ദുവാണ്. ഞാൻ ഒട്ടും വിശ്വസിക്കില്ല. കാരണം കൂടുതൽ ആളുകളിലുകൊണ്ടാണ് അങ്ങനെ അഭിപ്രായം വ്യക്തമാണ്. ഫാദർ സാമുവൽ കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. ഫാദർ സാമുവൽ ഇതിനെ എങ്ങനെ കാണുന്നു? ഈ തന്ത്രി തന്നെ ഇതിലൊരു പ്രതിസ്ഥാനത്ത് വരിക എന്ന് പറയുമ്പോൾ ഫാദർ സാമുവൽ ഞെട്ടിപ്പോയോ? സ്വാഭാവികമായിട്ടും ഞാനൊരു ശുശ്രൂഷകനാണ്. ദൈവാലയവുമായിട്ട് സഭയായിട്ടുള്ള ബന്ധപ്പെട്ട് ശുശ്രൂഷ 40 വർഷം ശുശ്രൂഷ ചെയ്ത ആളാ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ കേൾക്കുമ്പോൾ വളരെയേറെ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. കാരണം വേന് തന്നെ വിളവുന്നെന്ന് പറയുന്ന ഒരു അവസ്ഥയായിപ്പോയി. തീർച്ചയായിട്ടും ഇത് കണ്ടുപിടിച്ച് വളരെ നല്ലൊരു കാര്യമാണ്. ശരി, അപ്പൊ നമുക്കിന്ന് സമയം പ്രശ്നമായത് കൊണ്ടാണ് സന്തോഷ് കൂടി എന്നോടൊപ്പം ചേരുന്നു കാസർഗോഡ് നിന്ന്. സന്തോഷ് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ. കണ്ടത് കുടുങ്ങി, അത്രയല്ല എനിക്ക് പറയാം. യെസ്, വ്യക്തമാണ്. അപ്പോൾ യൂട്യൂബിലും ചില പ്രേക്ഷകർ എന്നോടൊപ്പം ചേരുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ആ ഫീൽഡിൽ നിന്ന് കിട്ടേണ്ടതുണ്ട്. വി അരുൺ നമുക്കൊപ്പം ചേരും. ഞാൻ സജിത്തിനെയും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്കൊക്കെ വരാം. സുനിൽ കുമാർ എന്നോടൊപ്പം ചേരുന്നു, എനിക്ക് നമസ്കാരം പറയുന്നുണ്ട്. സദാശിവൻ നായർ പറയുന്നു അല്പം പറഞ്ഞ പത്മകുമാർ പറഞ്ഞ ദൈവതുല്യം തന്നെയാണെന്നറിയില്ല. ഏതായാലും തന്ത്രി ഉത്തരവാദിത്വം ഉണ്ട്. തന്ത്രി അറിയാതെ ശബരിമലയിൽ ഒരു കളവും നടക്കില്ല, അതുകൊണ്ട് തന്നെ അറസ്റ്റ് അനിവാര്യമാണെന്ന് പറയുന്നു. ജയകുമാർ എന്നോട് പറയുന്നത് നമസ്കാരം, ദേവതുല്യൻ തന്ത്രി ആയിരിക്കില്ല, ആണെങ്കിൽ അന്നേ അദ്ദേഹം പേര് പറഞ്ഞതിനെ അകത്ത് കിടന്ന് ജാമ്യം നേടിയേനെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അമ്പാടിയും എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്, ഗോളാന്തരം വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്ഥിരം പ്രേക്ഷകരെല്ലാം എത്തുകയാണ്. ശ്രീ ദിവാകരൻ തലശ്ശേരിയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ദിവാകരൻ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ. സാറേ, പിന്നെ അതായത് പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന പിന്നെ പോറ്റി എന്ന് പറഞ്ഞാല് എങ്ങനെയാന്ന് പറഞ്ഞാല് കഴകക്കാരനല്ല, കീഴ്കഴകക്കാരനല്ല. അപ്പോ ഈ കളവ് നടത്തും അറിയാണ്ട് നിൽക്കുക. ഇയാള് ഒരു തേക്കിനെ വാലി ഒരു വീട്ടിലൊരു ഒരാളെ ആക്കിക്കഴിഞ്ഞാൽ, ഒരു പ്രൊട്ടക്ഷൻ ഒരാളെ ആക്കിക്കഴിഞ്ഞാൽ ആടെ പൂച്ചട്ടി എന്തെങ്കിലും വീട്ടിലെ സാധനം ഉപകരണം കട്ടാലും തട്ടിയിട്ട്, അതേപോലെ ഇയാളെന്തിനാ കള്ളന് ചൂട്ട പിടിച്ച ഒരു രീതിയിൽ ഇതാ ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കൊള്ളം നടത്തിയാൽ അറിയാണ്ട് നിൽക്കുക. താങ്കളുടെ അഭിപ്രായം? ഉസ്മാൻ എന്നോടൊപ്പം ചേരുന്നത് കായംകുളത്ത് നിന്നാണ്. ശ്രീ ഉസ്മാന് ഈ തർക്കങ്ങൾ കേൾക്കുമ്പോൾ, ഈ വിഷയങ്ങൾ കേൾക്കുമ്പോൾ ആദ്യം എന്താണ് ബോധ്യപ്പെടുന്നത്? ഇപ്പോൾ ഈ അറസ്റ്റിലേക്ക് എത്തി നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഈ വിഷയം, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എങ്ങനെയാണ് മനസ്സിലാകുന്നത്? ഞാൻ ഉസ്മാനിലേക്ക് വരാം. ശരത്ത് ബാലരാമപുരത്ത് എന്നോടൊപ്പം ചേരും. ശരത്ത്, നമസ്കാരം. അന്വേഷണം ശരിയായ ദിനയിൽ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന സാഹചര്യം തന്നെ അല്ലേ?
ശബരിമലയിലുള്ള ഇങ്ങനെയുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അഴിമതി കണ്ടെത്തിയതിന് വലിയ ഉപകാരം എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ശബരിമലയിലുള്ള ഒത്തിരിയധികം വിശ്വാസികൾക്ക് വളരെ സന്തോഷമായി. കാരണം ഇങ്ങനെ ഇത്തരത്തിലുള്ള അഴിമതികൾ ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ തന്ത്രി വരെ എത്തിയില്ലേ, കേസ് ഒന്നുമില്ലാത്തടത്തൊന്നും അന്വേഷിച്ച് ഇത്രയും വരെ എത്തിയില്ലേ. ഇനിയും തുടർന്നും അന്വേഷണങ്ങൾ വരട്ടെ, പിടിക്കപ്പെടേണ്ടവർ പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ശരി, വ്യക്തമാണ്. ചന്ദ്രൻ നായർ കൂടി തിരുവനന്തപുരത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. അതിനിടയിൽ ശശിധരൻ വി ജി എന്നോട് പറയുന്നത് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്നാണ്. അപ്പോൾ ചന്ദ്രൻ നായർ എന്നോടൊപ്പം ചേരുന്നു തിരുവനന്തപുരം. ചന്ദ്രൻ നായർ. മനസാർ സത്യം തെളിയാൻ തന്ത്രിക്കും പറയാനുള്ളത് പറയട്ടെ സാർ. അന്വേഷണം ശരിയായ ദിശയിലാണ് സാർ. ഞാൻ കൂടുതൽ സമയമെടുക്കുന്നില്ല. യെസ്, വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. അപ്പോൾ സ്വർണ്ണക്കൊള്ള കേസിൽ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചത് ആരാണ് എന്ന വലിയ ചോദ്യം അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു. അതിനെ സംബന്ധിച്ചുള്ള ചില വിവരങ്ങൾ കിട്ടിയിരിക്കുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് തന്ത്രി കണ്ഠരര് രാജീവര് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. നീണ്ട മണിക്കൂറുകളുടെ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഈ കേസിൻ്റെ അറസ്റ്റിലേക്കൊക്കെ കടക്കുന്നത്. പത്മകുമാർ അടക്കം ഉള്ളവർ നേരത്തെ നൽകിയ മൊഴി കേസിൽ വളരെ സുപ്രധാനമായിരുന്നു. എന്നോടൊപ്പം വി അരുൺ കൂടി ചേരുകയാണ്. വി അരുൺ, ഇപ്പോൾ അറസ്റ്റ് തന്ത്രിയിലേക്ക് എത്തിയിരിക്കുന്നു. കൂടുതൽ ഉന്നതരുണ്ടെന്ന സംശയത്തിലേക്ക് നീങ്ങേണ്ടതുണ്ടോ? ഇവർക്കൊക്കെ പുറകിൽ ആരെങ്കിലും ഉണ്ടോ? അതോ ഇവരൊക്കെ കൂടി പദ്ധതിയിട്ടാണോ ഇത് ചെയ്തത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ്. വി അരുൺ, ഇനിയും കൂടുതൽ പേരിലേക്ക് അറസ്റ്റ് പോകും എന്നാണോ കരുതുന്നത്? എന്താണ് ഏറ്റവും ഒടുവിൽ അരുണിന് ഇത് സംബന്ധിച്ച് മനസ്സിലാകുന്ന വിവരങ്ങൾ? ഒരു ഇനി ഉന്നതിലേക്ക് അറസ്റ്റ് പോയാലുമില്ലെങ്കിലും ഏറ്റവും പ്രത്യാഘാതം ഉണ്ടാക്കാൻ പോകുന്ന ഒരു അറസ്റ്റായി തന്നെ ഇതിനെ കാണേണ്ടതുണ്ട്. കാരണം നേരത്തെയൊക്കെ ഒന്നുകിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നോമിനികളായി വന്നവർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ ഇവരായിരുന്നു കേസിൽ ഇതുവരെ അറസ്റ്റിലായത്. പക്ഷേ വിശ്വാസവുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന വിശ്വാസികൾ ഏറ്റവും ആരാധനയോടുകൂടി കാണുന്ന ആളാണ് തന്ത്രി എന്ന്. തന്ത്രി കുടുംബത്തിലെ ആരായാലും ഇപ്പോൾ അദ്ദേഹം മുൻ തന്ത്രി എന്ന് പറഞ്ഞ കെ ജയകുമാർ അടക്കമുള്ളവർ ഒഴിഞ്ഞു മാറുന്നുണ്ട്. പക്ഷേ തന്ത്രി കുടുംബത്തിലെ അംഗമാണ്. വർഷങ്ങളോളം ശബരിമല തന്ത്രിയായിരുന്ന ആളാണ്. അത്തരം ഒരാൾ അറസ്റ്റിലാകുമ്പോൾ സ്വാഭാവികമായും അതിന് രാഷ്ട്രീയ മാനങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള മാനങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അതിന് കാരണം വിശ്വാസികൾ ആ രീതിയിൽ കാണുന്ന ആൾ തന്നെയാണ് ഈ രാജീവര്. അതുകൊണ്ട് തന്നെ അത് എങ്ങനെയാണ് ഇനി ഈ കേസിന്റെ മുന്നോട്ട് പോക്കിനെ ബാധിക്കുക എന്ന് കൂടി കണ്ടറിയേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം ആദ്യഘട്ടം മുതൽ കോൺഗ്രസ് ശക്തമായ നിലപാടെടുക്കുമ്പോഴും BJP വലിയൊരു അതാണ് അരുൺ, ഇതൊരു വലിയ രാഷ്ട്രീയ വിഷയമാകാൻ പോവുകയാണ്. തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. എന്നോട് VC തോമസ് അതിനിടയിൽ പറയുന്നു, ഈ കള്ളന്മാരെ എല്ലാവരും കൂടിയാണല്ലോ അയ്യപ്പനെ ഇത്രയും നാൾ പൂജിച്ചു കൊണ്ടിരുന്നത്, പലനാൾ കള്ളൻ ഒരു നാൾ പിടിയില്ലെന്ന് എന്നോട് പറയുന്നുണ്ട്. ഞാൻ വായിച്ചതിൻ്റെ എന്തോ അർത്ഥം മാറിപ്പോയെന്ന് ജയകുമാറും പറയുന്നുണ്ട്. പക്ഷേ വി അരുൺ, ഞാൻ ചോദിച്ചത് അതാണ്, ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് ഇടതുപക്ഷത്തെ ഇത് നേരത്തെ എത്തിച്ചു എന്ന ആശങ്ക ചിലർക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊരു നേട്ടമായി എന്ന് കരുതിയവരുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു അറസ്റ്റ് വലിയൊരു ആശ്വാസം സർക്കാരിന് നൽകുന്നുണ്ടോ? സ്വാഭാവികമായും അത്തരമൊരു ആശ്വാസം നൽകുന്നത് തന്നെയാണ് പറയേണ്ടി വരും. കാരണം CPM മാത്രമായിരുന്നു ഇതുവരെ ഇതിൽ പ്രതിക്കൂട്ടുള്ളത്. അപ്പോഴൊക്കെ ഈ ദൈവതുല്യർ എന്ന ഒരു ദൈവതുല്യർ പലതിന് പിന്നിലുണ്ടെന്ന പത്മകുമാർ പറയുമ്പോൾ അത് ചെന്നെത്തിയത് അല്ലെങ്കിൽ സംശയം അവരെ നീണ്ടത് സർക്കാരിലെ പാർട്ടി CPM-ലെയും ഒക്കെ ഉന്നതരിലേക്കാണ്. അത് ആരെന്ന ചോദ്യമാണ് ആ ഘട്ടത്തിലൊക്കെ ഉയർന്നു വന്നത്. പക്ഷെ ഇപ്പോൾ ദൈവതുല്യർ എന്ന പത്മകുമാർ പറഞ്ഞത് സ്വാഭാവികമായും ഇപ്പോഴത്തെ ഇതിനെ അനുസരിച്ച് കണ്ഠരര് രാജീവരെ തന്നെ ആകാം അല്ലെങ്കിൽ തന്ത്രി കുടുംബം തന്നെ ആകാം എന്നുള്ള അനുമാനങ്ങളാണ്. തീർച്ചയായും CPM-ന് ഇടതുമുൻ സർക്കാരിന് അത് ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ദൈവവുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ആളുകൾ തന്നെ തട്ടിപ്പിന് പിന്നിലുണ്ട് എന്ന് പറയുമ്പോൾ രാഷ്ട്രീയമായി ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനപ്രകാരം ആയതിനായി തട്ടിപ്പെന്ന് കൂടി CPM-ന് പറഞ്ഞു നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഏതായാലും CPM-ന്റെ നേതാക്കൾ ആരും ഔദ്യോഗികമായി ഇതുവരെ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. മന്ത്രി വാസവനും SIT അന്വേഷണം നടക്കട്ടെ എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അല്പസമയത്തിനകം ഇപ്പോൾ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിയും കൂടിയായ ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണന്റെ വാർത്താ സമ്മേളനം ആരംഭിച്ചിട്ടുണ്ട്. അദ്ദേഹം സ്വാഭാവികമായും ഈ വിഷയത്തിൽ ഇതിന്റെ പ്രതികരണം ഉണ്ടാകും. നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് CPM ഇതിൽ വലിയൊരു ആവേശത്തോടുള്ള പ്രതികരണം നടത്താനിടയില്ല. നേരത്തെ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞത് SIT-യുടെ അന്വേഷണം നടക്കുകയാണല്ലോ, അന്വേഷണം പൂർത്തിയാകട്ടെ, അപ്പോൾ മനസ്സിലാകും ആരാണ് യഥാർത്ഥ പ്രതികളെന്നും എന്താണ് സംഭവിച്ചതെന്നും. സാധാരണ ഒരു കരുതലോട് കൂടിയുള്ള ഒരു പ്രതികരണമാണ് CPM നടത്തുന്നത്, ഇടതുമുന്നണി നടത്തുന്നത്. പക്ഷേ ഒരല്പം ആശ്വാസം ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഞാൻ വി അരുണിലേക്ക് വരാൻ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അവിടെ നിന്ന് പ്രേക്ഷകർക്ക് നൽകേണ്ടതുണ്ട്. ജയകുമാർ കാടാമ്പുഴയിൽ നിന്ന് എന്നോടൊപ്പം ചേർന്ന്, ഞാൻ ജയകുമാറിലേക്ക് വരാം. അപ്പോൾ അതിനു മുന്നേ ഗോളാന്തരം എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. തന്ത്രി രാജീവർ രാഹുൽ ഈശ്വറിൻ്റെ അമ്മാവനാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അല്ല അമ്മാവനും അതൊക്കെ നമ്മളിപ്പോൾ എന്ത് പറയാനാണ്? എൻ്റെ അമ്മാവൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് എനിക്കറിയില്ല, അത് തെറ്റ് ചെയ്തോന്ന് പോലും ഇതിപ്പോൾ കോടതി വിധി വരട്ടെ. ഏതായാലും പിടിയിലായിരിക്കുന്നു എന്നതാണ് സംഭവം. അപ്പം നമ്മുടെ വീടിൻ്റെ കട്ട്ലയും കതകും ആരെങ്കിലും ഞാൻ അറിയാതെ കൊണ്ടുപോകാൻ വഴിയില്ല, അഥവാ അറിയില്ലെന്നതിൽ പുറത്ത് അറിയിക്കണമായിരുന്നു എന്നാണ് സുനിൽകുമാർ പറയുന്നത്. അത് ശരിയാണ്. അപ്പോൾ അതൊക്കെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ഇതിൽ പിടിയിലാകുമ്പോൾ വലിയ വിഷമം തോന്നുക. ദേവസ്വത്തിൻ്റെ നേതൃത്വത്തിൽ ഇരുന്ന ആളുകളും ശബരിമലയുടെ തന്ത്രിയുമൊക്കെ ഈ കേസിൽ പ്രതിയാകുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത്
ഞെട്ടിപ്പിക്കുന്നതാണ്, അതിനേറെ ദുഃഖിപ്പിക്കുന്നതാണ്. അപ്പോൾ അരുന്ധതി കോലംപറമ്പത്ത് നമ്മൾ സ്ഥിരം പ്രേക്ഷകൻ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അയ്യപ്പ ശരണം, എല്ലാം പുറത്തു വരട്ടെ എന്ന് പറയുന്നു. ശശിധരൻ വി ജി പറയുന്നു ഒരു ഗൂഢസംഘം ഈ കൊള്ളയ്ക്ക് പിന്നിൽ ഉണ്ട് എന്ന് പറയുന്നു. എനിക്ക് നമസ്കാരം പറയുന്നുണ്ട് അരുന്ധതി. ഒക്കെ ഷാജി ഭാസ്കരൻ പറയുന്നുണ്ട് രാഹുൽ ഈശ്വർ ഇപ്പോൾ ഇനി BC ആക്കും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, VC തോമസ് പറയുന്നു. ഇനി അടുത്ത ഒരാളുടെ പേരും കൂടെ പറയുന്നുണ്ട്. അപ്പം ഞാൻ ആ പേര് വായിക്കുന്നില്ല, അത് ശരിയല്ലാത്തതുകൊണ്ട്. എനിക്കറിയില്ല, അറസ്റ്റ് വന്നാലല്ലേ നമുക്ക് പറയാൻ പറ്റും. അന്നത്തെ മന്ത്രിയെയും ഒക്കെ അറസ്റ്റ് ചെയ്യണമെന്ന് ഗ്ലാഡിയേറ്റർ ആവശ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചാനൽ ചർച്ചകളിലെ നിറസാന്നിധ്യമായ രജി ലൂക്കോസ് BJP ചേർന്ന കാര്യം ഇതിനിടയിലൂടെ ഗോളാന്തരം ഓർപ്പിക്കുകയാണ്. ഇപ്പോൾ ഓക്കെ, ശരി. അപ്പോൾ സത്യ എന്നോടൊപ്പം ചേരുന്നത് ഇടപ്പാളിൽ നിന്നാണ്. സത്യ അയ്യപ്പ വിശ്വാസിയാണോ? സത്യ? അതെ അതെ, അയ്യപ്പ വിശ്വാസിയാണ്. ഈ തന്ത്രി ഇങ്ങനെ പെട്ടു എന്നറിഞ്ഞപ്പോൾ സത്യക്ക് എന്ത് തോന്നി? എനിക്കിത് തുടങ്ങിയപ്പോ തന്നെ ഭയങ്കര എന്താ പറയാ, നമ്മളെല്ലാരും ഇങ്ങനത്തെ ഭക്തരല്ലേ, നമ്മൾ ഈ കാതങ്ങൾ താണ്ടിട്ട് ശബരിമലയും ഗുരുവായൂരൊക്കെ പോയാലേ ഇതേപോലത്തെ കള്ളന്മാരാണ് ഈ ഭഗവാന്മാരുടെ തൊട്ടടുത്തിരിക്കുന്നത്. നമ്മളിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളേനെ അവിടെ ഉന്തൽ വിദഗ്ധന്മാരുണ്ടാവും, തള്ളൽ വിദഗ്ധന്മാര്. ഭഗവാന്റെ മുന്നിൽ ഒരു നിമിഷം കണ്ണടച്ചൊന്നും പ്രാർത്ഥിക്കാൻ പോലും സമ്മതിക്കാതെ തള്ളി ഒഴിയാണ്, പൈസ മാത്രം മതി എന്നുള്ള നിലപാടല്ലേ? ഈ കാലം വരെ പറ്റിയിട്ടില്ല സാർ, ഈ കാലം വരെ. എനിക്ക് അതിൽ മാത്രമേ ഒരു ദുഃഖമുള്ളൂ. ഇങ്ങനത്തെ കള്ളന്മാരെയാണല്ലോ ഈ ഭഗവാന്മാരുടെയൊക്കെ അടുത്ത് ഇങ്ങനെ നിർത്തിയിട്ട് നമ്മളെപ്പോലെ ഭക്തിയോട് കൂടി ഒരു നിലത്തുനിന്ന് ഒരു 10 പൈസ കിട്ടിയാൽ വരെ നമ്മളത് എടുക്കില്ല, അത് ആ ഭണ്ഡാരത്തിലിടും. അത്രയ്ക്ക് നമുക്ക് വിശ്വാസവും പേടിയും ആരാധനയൊക്കെയാണ് ദൈവങ്ങളോടെ. അപ്പൊ ഇതിൽ പിടിച്ചാല് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ ഇത്തരം ജനം വലിയ വിശ്വാസത്തോടെ കാണുന്ന ഒരു വിശ്വാസത്തിന്റെ കേന്ദ്രത്തിലാണ്. അപ്പൊ ഇവർക്ക് ദൈവവിശ്വാസം ഇല്ലാത്തവരെയാണോ ഇതൊക്കെ ഏൽപ്പിച്ചത് എന്ന് തോന്നിപ്പോവാണ് അല്ലേ സത്യ? തീർച്ചയായിട്ടും നമുക്ക് നമ്മളോട് തന്നെ ഒരു അമർഷം സാർ. എന്തോ ഒരു എന്താ പറയാ, സ്വന്തം തന്നെ ഒരു ജാതി. പിന്നെ പിടിക്കാതൊക്കെ ആകുമ്പോ നമുക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. ഇപ്പൊ സമാധാനായി. ഞാൻ ഈ പ്രശ്നം തുടങ്ങിയതിന്റെ ശേഷം നമ്മളെന്നും പ്രാർത്ഥിക്കും വൈകുന്നേരമൊക്കെ. അപ്പൊ ഈ പ്രശ്നം തുടങ്ങിയതിന്റെ ശേഷം ഞാൻ എന്താ പ്രാർത്ഥിക്കാറെന്നറിയാം, എന്റെ അയ്യപ്പ നിങ്ങൾ ഇത്രയും ഇതിലുള്ള ശക്തിയുള്ള ഒരാൾ ഇതൊന്ന് പിടിക്കാൻ നിങ്ങൾ അനുഗ്രഹിക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. പിന്നെ സാർ ഒരു കാര്യം കൂടി പറയട്ടെ, പണ്ടൊക്കെ നമ്മള് ഈ ചെറുപ്പത്തിലൊക്കെ ഈ സ്വാമിമാരെ നേരിട്ട് കണ്ടാല് നമ്മൾ ഈ പീരിയഡ്സ് ഒക്കെ ആയിരിക്കുന്ന പെണ്ണുങ്ങള് ചാണം വിഴുങ്ങും, അല്ലെങ്കിൽ നമ്മൾ തൊട്ടിട്ട് അശുദ്ധിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ശബരിമലയിൽ നിന്ന് വന്നിട്ട് കെട്ടയക്കുന്ന സമയത്ത് അതൊന്ന് പുലി ചാടും. അങ്ങനെയൊക്കെ പെണ്ണുങ്ങൾ അങ്ങനെ നടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. നമ്മൾ അത്രയും വിശ്വസിച്ചിട്ടും നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നമ്മൾ പോണു. ഇവർക്ക് ഇതൊന്നും ഒരു ഇതല്ല. പണ്ട് സാർ ഇവരുടെ ഒരു ആരോ അല്ലേ ശോഭാ ജോണിന്റെ അടുത്ത് നിന്ന് പിടിച്ചത് അല്ലേ, അതൊക്കെ ഓർത്തു. അന്ന് ഗണപതിയുടെ നക്ഷത്രം അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പുകിലൊക്കെ ആയിരുന്നു. ഞാനിപ്പോ ഈ സമയത്ത് അതും കൂടി ഓർക്കാണ് സാർ. ഇത്രേ പറയാനുള്ളൂ. ശരി, വ്യക്തമാണ്. അത് ഓർമ്മിപ്പിച്ചത് നന്നായി. അത് അത്തരം ചരിത്രവും കൂടി ഇതിന്റെ പുറകിൽ നമ്മൾ ഓർക്കണം. അപ്പൊ ഓർമ്മ വന്ന് ശോഭാ ജോണിന്റെ പേര് ശരിയാണോന്ന് അറിയില്ല. ശരിയാണ്, കറക്റ്റ് പേരാണ്. ഞാൻ കൊച്ചിയിലുണ്ടായിരുന്ന സമയത്താണ് സംഭവമൊക്കെ നടക്കുന്നത്. അവിടെ നിന്ന് മുണ്ടും ഡ്രസ്സൊക്കെ അഴിച്ചിട്ടിട്ട് ഫോട്ടോ എടുത്ത് അല്ലേ, എന്നിട്ട് പോലീസുകാരെ ആരോ ഗണപതിയുടെ നക്ഷത്രം ചോദിച്ചപ്പോ അയാൾക്ക് അറിയില്ല, നക്ഷത്രം അറിയില്ലായിരുന്നു. കോടതിയാണ് ചോദിച്ചത്. കോടതി. അപ്പൊ അതൊക്കെ നമ്മൾ ഈ പാവപ്പെട്ട സാധാരണ വീട്ടമ്മയാണ് ഞാൻ ഓർത്തു പോവാണ്. എന്തൊക്കെയാലും പിടിച്ചതിന് SITക്ക് ഒരുപാട് അഭിവാദ്യങ്ങൾ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാറ്റിൻ്റെ പ്രേരകം അത്യാഗ്രഹമാണെന്ന് എന്നോട് സദാശിവൻ പറയുന്നു. രാജശേഖരൻ നായർ പറയുന്നു. അടുത്ത് വേറെ ഒരു ആളുടെ പേരും കൂടി പറയുന്നു. ഞാൻ ആ പേരുകളൊന്നും വായിക്കാത്തതിൻ്റെ കാര്യം പേടികൊണ്ടല്ല, അവരെ അറസ്റ്റ് നമ്മൾ വെറുതെ ചെയ്യുമെന്ന് പറയണ്ടല്ലോ. ഏത് മന്ത്രിയാണ് കക്കാൻ ഉത്തരവിട്ടത് എന്നറിഞ്ഞാൽ മതി എന്ന് പറയുന്നു. സർക്കാർ വെട്ടില്ല എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇല്ല, അങ്ങനെ പറഞ്ഞില്ല. ഓക്കെ, പോറ്റി ശബരിമലയിലെത്തി 2007 പോറ്റിയെ ടീമിൽ ചേർത്ത് കൊള്ള നടത്തിയത് പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ശേഷമാണ്. സ്വർണവും വിഗ്രഹവും നയതന്ത്ര ചാനൽ വഴി വിദേശത്തേക്ക് കടത്താനുള്ള ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ബിജോയ് പറയുന്നത്. അതൊക്കെ സത്യമാണോന്ന് എനിക്കറിയില്ല. എന്തായാലും അങ്ങനെയല്ല, പക്ഷേ അന്വേഷണത്തിൻ്റെ വഴി പോകുന്നത്. ഓക്കെ, അപ്പോൾ രാഷ്ട്രീയ പിൻബലമില്ലാതെ ഇത്രയും വലിയ കൊള്ള നടക്കില്ല. മറ്റു ചില പ്രധാന ക്ഷേത്രങ്ങളിൽ നിന്ന് എന്തൊക്കെയാണ് ഇതുപോലെ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണം എന്ന് കൂടിയുള്ള ആവശ്യം ശശിധരൻ ഉന്നയിക്കുന്നു. ജയരാജ് കാടാമ്പുഴയിൽ നിന്ന്. ശ്രീ ജയരാജ്, കാടാമ്പുഴ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഹിന്ദുമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഭക്തിസാന്ദ്രമായ ഒരു സ്ഥലമാണ്. വലിയ നിരവധി ആളുകൾ അവിടെ അവരുടെ ദുഃഖവും ഭാരങ്ങളും ഒക്കെ അഴിച്ചു വെക്കാൻ വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഇതുപോലെ പോലെയൊക്കെ ജനങ്ങൾ വലിയ വലിയ പ്രതീക്ഷയോടെ വരുന്നൊരു സ്ഥലമാണ് സന്നിധാനം. അവിടുന്ന് ഇതിങ്ങനെ കട്ടുകൊണ്ടുപോയി എന്ന് കേട്ടപ്പോൾ ശ്രീ ജയരാജിന് കാടാമ്പുഴക്കാർക്ക് എന്ത് തോന്നി? സാറേ നമസ്കാരം. നമസ്കാരം.
ഇത് സാറേ, ഇത് കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന ഒട്ടുമിക്ക ജനങ്ങൾക്കും ഇത് ആദ്യം തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ശബരിമല ക്ഷേത്രമിരിക്കുന്ന 18-ാം പടി തൊട്ട് ആ ശ്രീകോവിലിന് ചുറ്റുമുള്ള എന്തൊരു ഈച്ച അനങ്ങണമെങ്കിൽ ഈ തന്ത്രിയുടെ അനുവാദം വേണം. തന്ത്രി അറിയാതെ അവിടെ ഒരു കാര്യങ്ങളും നടക്കില്ല. ദേവസ്വത്തിന്റെ മേളിലാണ് തന്ത്രി. തന്ത്രിക്ക് ഇപ്പം ഇതിനു മുമ്പ് വേറെ വാർത്ത ഉണ്ടല്ലോ, വാജീവ് വാഹനം. പണ്ട് ഇയാളെ അടുത്തുനിന്ന് വീട്ടിൽ കൊണ്ട് പോയല്ലോ. കുടുംബത്തൊന്നും അല്ലല്ലോ ഇത്. SIT അന്വേഷണം. അതാണ് ഒരു പ്രേക്ഷക ഇപ്പൊ എന്നോട് പറഞ്ഞത്, നമ്മളൊരു അമ്പലത്തിൽ പോകുമ്പോൾ അവിടെ പണം വീണ് കിടന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നില്ലെങ്കിൽ അതെടുത്ത് അത് ബന്ധപ്പെട്ട ആരെങ്കിലും ഏൽപ്പിക്കുക, അല്ലെങ്കിൽ ഭണ്ഡാരത്തിലിടും അല്ലേ? അങ്ങനെ അവിടെ നിലത്ത് വീണ് കിടക്കുന്ന പണം പോലും ചില ആളുകൾ പോകുന്ന വഴിക്ക് ബസ്സിൽ നിന്നൊക്കെ ഇങ്ങനെ ഇടുന്ന പൈസ പോലും എടുത്ത് ഭണ്ഡാരത്തിലേക്ക് മറ്റു ചിലർ ഇടുന്നു. അങ്ങനെ പോലുമുള്ള ഒരു ഭക്തിയുള്ള ഒരു നാട്ടിലാണ് ഈ വാതിലിന്റെ കട്ടിലപ്പാളിയും അതൊക്കെ ദ്വാരപാലക ശില്പങ്ങളുടെ പാളികളും ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നു. അതെ. കാരണം ഇത് ശരിയായ രീതിയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കോടതിയൊക്കെ പറഞ്ഞില്ല, ശരിയായ അന്വേഷണം നടക്കട്ടെ. കാരണം ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതൊക്കെ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മലയാളിക്കെല്ലാം അറിയാം. തന്ത്രിയാണ് അവിടുത്തെ പരമാധികാരി. തന്ത്രി അറിയാതെ ഒരു സംഭവം നടക്കില്ല എന്നുള്ളതാണ്. ഏതായാലും അങ്ങയുടെ നിലപാട് അഭിപ്രായമൊക്കെ വ്യക്തമാണ്. പ്രദീപ് ചേർത്തലയിൽ നിന്ന് ചേർന്നു. പ്രദീപ് അയ്യപ്പ ഭക്തനാണോ? പ്രദീപേ? തീർച്ചയായും ഞാൻ അയ്യപ്പഭക്തനാണ്. ഞാൻ ഇപ്രാവശ്യം പോയപ്പോ അദ്ദേഹത്തിന്റെ കാൽ തൊട്ട് വന്നിച്ചിട്ട് വന്ന ആളാണ്. അത് ശരി. ആള് പിന്നെ ഇനി വന്നിക്കണമെങ്കിൽ ജയിലിൽ പോകേണ്ട ഒരു അവസ്ഥയായി പോയി അല്ലേ? അല്ല, അത് ജയിലിൽ പോകാൻ ആവശ്യം. എന്നാലും എനിക്ക് എന്റെ മനസ്സിൽ കുറെ കാര്യങ്ങൾ തോന്നുകൊണ്ടാണ് വിളിച്ചത്. എന്ന് വെച്ചാൽ ഇത് സത്യമാണോ അല്ല എന്നുള്ളത് നമുക്കറിയില്ല. ഒന്ന്, അദ്ദേഹത്തെ നമ്മൾ കാണുന്ന ഒരു ദൈവതുല്യനായിട്ടാണ് കാണുന്നത്. അതെ, ഞാൻ ആ സന്നിധാനത്തൊക്കെ ഡ്യൂട്ടിക്ക് ചെല്ലുമ്പോഴും അല്ലാതെയും ചെല്ലുമ്പോഴും ഒക്കെ കാണുന്നത് ഇദ്ദേഹത്തെ ഒന്ന് കാണാനോ, അല്ലെങ്കിൽ തന്ത്രി ആയിക്കോട്ടെ, മേൽശാന്തി ആയിക്കോട്ടെ, അതുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ കാണാൻ ഭക്തന്മാരിങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടാൽ ഒന്ന് നമസ്കരിച്ചാൽ എത്ര പുണ്യം കിട്ടിയെന്നൊക്കെ പറഞ്ഞ് കാണുന്ന ആളുകളാണ്. അപ്പോൾ അവരൊക്കെ ഇതിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിരുന്നു അല്ലേ? അത് ഞങ്ങൾ ക്ഷേത്രത്തിന്റെ ഒരു കാര്യത്തിന് വേണ്ടി അദ്ദേഹത്തെ ക്യൂ നിന്നിട്ടാണ് ശരിക്കും. അതിനുശേഷം കാലിലോട്ട് വന്നിട്ടാണ് ഞാൻ പോകുന്നത്. പക്ഷെ ഒരു ഇത് കേട്ടപ്പോൾ ഉണ്ടായ ഭയങ്കരമായ ഒരു സങ്കടം തോന്നി. കാരണം ഈ തന്ത്രി എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ മനസ്സിൽ ഭഗവാന്റെ പിതാവായിട്ട് കാണുന്നതാണ്. അപ്പൊ അതുകൊണ്ടുള്ള ഒരു സങ്കടമുണ്ട്. പക്ഷെ അത് കൃത്യമായ ഒരു അന്വേഷണം നടക്കണം. ഇത് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ അദ്ദേഹത്തെ കുടുക്കിയതാണോ, ഒക്കെ കുറെ കാര്യങ്ങൾ ഉണ്ടാകാമല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുടെ മനസ്സിൽ വ്യക്തമാണ്. ഇനി കുടിക്കിയതാണോ എന്നുള്ളൊരു സംശയം അങ്ങേക്കുണ്ട്. ഓക്കെ, ശ്രീ ഹേമ ചാലക്കുടിയിൽ നിന്ന് വിളിക്കുന്നു. ശ്രീമതി ഹേമ, ഇപ്പൊ ഹേമയ്ക്ക് എന്ത് തോന്നുന്നു? ഈ തന്ത്രിയെ ദീർഘനേരം ചോദ്യം ചെയ്തതിന് ശേഷം പിടിയിലായി, അദ്ദേഹം അറസ്റ്റിലായി എന്ന് കേട്ടപ്പോൾ എന്ത് വിഷമം തോന്നിയോ? അതോ ഇത് കൊടുക്കാൻ നടത്തിയ ഒരു ശ്രമമാണെന്ന് തോന്നിയോ? നമസ്കാരം സാർ. നമസ്കാരം. എനിക്ക് ഒരു വിഷമവും തോന്നിയില്ല. ഞാൻ ഒരു നമ്പൂരി കുടുംബത്തിൽ പറഞ്ഞ സ്ത്രീയാണ്. എന്ന് വെച്ചാൽ ഈ നമ്പൂരി ജാതി വർഗം എന്ന് പറയുന്ന ഈ ലോകത്തുനിന്ന് മാറ്റണം. ഒന്നാമത് ഏത് ദേവസ്വം ബോർഡിലും നമ്പൂരികളെ, അവിടെ നമ്പൂരികളെ ഇരുത്തേണ്ട ആവശ്യമൊന്നുമില്ല. വേദം പഠിച്ചവർക്കെല്ലാം അമ്പലത്തിൽ ജോലി ചെയ്യാവുന്ന എന്റെ ഞാൻ നമ്പൂരിയായിട്ട് പറയാണ്. അല്ലാതെ നമ്പൂരികളെ മാത്രം ഈ SIT അന്വേഷിച്ചാലും ആരും അന്വേഷിച്ചാലും നമ്മുടെ ഈ കേസ് മുന്നോട്ട് പോവില്ല. ഞാൻ മരിച്ചാലും ഇത് പിന്നെയും തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് എന്റെ വിശ്വാസം. പിന്നെ എനിക്കൊരു അനുഭവം ഉണ്ടായി. ഗുരുവായൂര് ഒരു 15 വർഷം മുമ്പ് അവിടെ ഈ മകരസംക്രമത്തിന്റെ സമയത്ത് ലേലം നടക്കും. വെഞ്ചാമരാണ് ഞങ്ങൾ ലേലം ചെയ്യുന്നത്. 500 രൂപയിൽ വെഞ്ചാമര ലേലം തുടങ്ങി. ഒരു ഭക്തൻ അവസാനം 550 പറഞ്ഞു. ഒരു സ്വാമി 550 പറഞ്ഞു. 2 വെഞ്ചാമരാണ് സാറെ കാണിച്ചത്. പഴയ വെഞ്ചാമരം 550 രൂപയ്ക്ക് അങ്ങേര് ലേലം വിളിച്ചു കൊടുത്തു. ഞാനും ഹസ്ബൻഡും അവിടെ നിൽക്കുക. ഞങ്ങൾ എവിടെ ഗൾഫിലായിരുന്നു. ഞങ്ങൾ മെഡിക്കൽ ഫീൽഡ് സ്റ്റാഫാണ്. ഞങ്ങൾ ഗൾഫിൽ നിന്ന് വരുമ്പോ എപ്പോഴും അമ്പലങ്ങളൊക്കെ സന്ദർശിക്കും. ഒരു പൈസ ഞങ്ങൾ അമ്പലത്തിൽ ഇടില്ല. സത്യമായിട്ട് ഞാൻ പറയാം. ഞാൻ കൊടുക്കുന്ന പാവങ്ങൾക്കും ഭിക്ഷക്കാർക്കും പട്ടിണി കിടക്കുന്നവർക്കും കൊടുക്കും. അത് ഈ അമ്പലത്തിലിട്ടാൽ ഇതുപോലുള്ള ആളുകൾ തട്ടിയെടുത്തോണ്ട് പോകുന്നു പേടിച്ചിട്ടാണ്. തട്ടിയെടുത്തോണ്ട് പോവല്ലേ? കർണാടകക്കാര് സ്വാമി അയ്യപ്പന്റെ മുമ്പിൽ എന്തുമാത്രം കിഴിയ കൊണ്ടുവരുന്നതൊക്കെ എവിടെ പോകുന്നു കണക്കുണ്ടോ സാറേ? വർഷം തോറും ഇത് ഓഡിറ്റില്ല ഇവർക്ക്. ഉണ്ടോ? അതിലൊക്കെ ആളുകള് സ്വർണവും ഇത് വാജിവാഹനവും ഒക്കെ എടുത്ത് വീട്ടിൽ കൊണ്ടു. സ്വർണ്ണമല്ല, ഇവരുടെയൊക്കെ വീടിന്റെ ഉണ്ടല്ലോ ഗ്രൗണ്ട് പൊളിച്ചാൽ അറിയാം എന്തുമാത്രം നിധികളുണ്ടെന്ന്. കള്ളന്മാരെന്ന് പറയാം. ഇതിനെയൊക്കെ എങ്ങനെ നമ്മൾ പൂജിക്കും, എങ്ങനെയൊക്കെ വന്നിക്കുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. എനിക്കൂടെ നാണക്കേടായിപ്പോ. ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. നീ വെഞ്ചാമര 550 രൂപയ്ക്ക് വേലം വിളിച്ചു ഈ ഭക്തൻ. അവസാനം 2 എണ്ണം പഴയതെടുത്ത് കാണിച്ചു. നോക്കിയപ്പോ എത്രയാ? ഒരു കാർട്ടന്റെ അകത്ത് ഒരു 10-15 പുതിയ വെഞ്ചാമരം. അവര് ഗുണ്ടകളാണ്, ഇവര് ലിങ്കാണ് ഇവര്. മനസ്സിലായി? ഇവര് ഒത്തു കളിച്ചിട്ട് ആ കാർട്ടൺ അങ്ങനെ എടുത്തോണ്ട് പോയപ്പോ അയാൾ മാറി എന്നിട്ട് മറ്റുള്ളവരെ കാണിക്കാം, കൂട്ടുകാരെ ഇത് കിട്ടി അത് കിട്ടി. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് പഴയതല്ലേ കാണിച്ചത്? വെഞ്ചാമര് അതും ഇതൊക്കെ കൊടുത്തു ഗുരുവായൂര്. അതാണ് ഇവിടെ വിളക്ക് കൊടുക്കും.
ഒരു 100 രൂപയ്ക്ക് തുടങ്ങും. സാറേ എന്റെ കൺമുമ്പിൽ കണ്ടതാണ്. മേശമേ ഇരുന്ന് പൈസ എണ്ണുന്നു. ഈ കൊടവയറുള്ള ആൾക്കാരാണ് മേശമേ പൈസ എണ്ണ. ഒന്ന് അങ്ങോട്ട് ഇട്ടാല് 1 കിഴി അവരുടെ മടിയില, 1 രൂപ അവരുടെ മടി വീഴും. ഒന്ന് അങ്ങോട്ട് പോകും, ഒന്ന് ഇങ്ങോട്ട് പോകും. ഈ മടിയിൽ വീഴുന്ന മടക്കി എടുത്തോണ്ട് അവരവരുടെ വീട്ടിൽ പോകും. എന്റെ കണ്ണുകൊണ്ട് ഞാൻ ഈശ്വര സത്യം ഞാൻ പറഞ്ഞ എന്റെ കണ്ണുകൊണ്ട് കണ്ടത്. കണ്ടത് ഗുരുവായൂര് ആണോ? ഈ ദേവസ്വം ബോർഡ് എല്ലാം ഇവര് ചെക്ക് ചെയ്തിട്ട് പിടിക്കണമെന്ന് ഞാൻ പറയുന്നത്. ഇഷ്ടം പോലെ പൊക്കുന്നുണ്ട് ഇവര്. അവിടെ ഉള്ളവരൊക്കെ വെറുതെയാ. നമ്മൾ ശ്രീകോവിലിന് മുമ്പിൽ നിന്നാ തൊഴാൻ ഇവർ സമ്മതിക്കോ? ഗുരുവായൂർ എന്നാല് അവര് പിടിച്ച് തള്ളുകയാണ് നമ്മളെ. അല്ലെങ്കിൽ അവര് ആ ഗേറ്റ് അടയ്ക്കുമ്പോൾ 50 രൂപ തരുമോ? എന്നോട് ചോദിച്ചാൽ 50 രൂപ തരുമോ ചേച്ചി, ഞാൻ കയറ്റിവിടാം. ഞാൻ പറയും വേണ്ട, ഞാൻ ഏറ്റവും മുമ്പിലാണ് നിൽക്കുന്നത്. എനിക്ക് 50 രൂപ കൊടുത്തിട്ട് കണ്ണനെ തൊഴേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ ഇത്രയും സമയം ക്യൂ നിന്നാൽ എനിക്ക് അകത്ത് കയറാൻ ഇനി ഇവരുടെ കൈക്കൂലി കൊടുത്തിട്ട് എനിക്ക് കയറണ്ട സാറേ. അതുവരെ പഠിക്കാശ് കൊടുക്കുന്ന ഇതായി ദേവസ്വം ബോർഡിന്റെ അമ്പലം. പണം എടുക്കുന്ന കേന്ദ്രങ്ങളായി മാറുകയാണ്. മനുഷ്യൻ ദുഃഖം കൊണ്ടാണ് അവിടെ ചെല്ലുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ പിന്നെ അല്ലെങ്കിൽ മനുഷ്യന് ഒരു സമാധാനത്തിന് ചെല്ലുന്ന സ്ഥലത്ത് നിന്ന് അവരെ കൊള്ളയടിക്കുകയാണ് അല്ലേ? ശബരിമലയിൽ അയ്യപ്പൻ ഇരിക്കുന്ന നീലമലയിലാണ്. ഈ ശബരിമലയിൽ അയ്യപ്പൻ ഉണ്ടോ എന്ന് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അത് ആദിവാസികളുടെ അടുത്ത് പുലിയുടെ മുമ്പിലാണ് അയ്യപ്പൻ ഇരിക്കുന്നത്. എന്റെ വിശ്വാസം ഗുരുവായൂർ ഈ കണ്ണനൊക്കെ ഓടും, ഇവരെ കാണുമ്പോൾ എഴുതിട്ട് ഓടും. ഈ കള്ളന്മാരെ കണ്ട സാറേ, ഞാൻ സത്യം പറയാണ്, ഈ മോഷണം ചെയ്യുന്ന വ്യക്തികളെ അവിടുന്ന് പുണ്യാകം അടിച്ച് ചാണകം മെഴുകിയോ അടിച്ചിറക്കണം. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഇതാണ് കേരളത്തിലെ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു പ്രതികരിക്കുന്ന വനിതയുടെ പ്രതികരണം എന്നുകൂടി മനസ്സിലാക്കണം. ഇതിൻ്റെ പേര് പറഞ്ഞുള്ള തട്ടിപ്പ് തടയാൻ കൂട്ടായ ശ്രമമാണ് ഇവിടെ ആവശ്യം. അതിനുവേണ്ടിയാണ് എല്ലാവരും ഒന്നിക്കേണ്ടത്. അപ്പോൾ വിശ്വാസക്കൊള്ള നടക്കുന്നതിനെക്കുറിച്ച് സദാനന്ദൻ MK എന്നോട് പറയുന്നു, സുനിൽകുമാർ പറയുന്നു, ജയകുമാർ ഇലക്ഷൻ പ്രമാണിച്ച് കേസ് വഴിമാറ്റി വിട്ടതാണോ എന്നൊരു സംശയം ജയകുമാർ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഹേമ ചേച്ചി പറഞ്ഞതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നുവെന്ന് ഷിജു പറയുന്നു. കേരളത്തിൽ ഒരേ ഒരു കാട്ടുകള്ളൻ അറിയാതെ ഇതൊന്നും നടക്കില്ല എന്നൊക്കെയാണ് നമ്മുടെ ഗോളാന്തരമൊക്കെ പറയുന്നത്. ഓക്കെ, തന്ത്രിയുടെ തലത്തിൽ ഇത് അവസാനിപ്പിക്കാൻ ശ്രമമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് നന്ദകുമാർ എന്നോട് പറയുന്നുണ്ട്. ഇപ്പം ഖത്തറിൽ നിന്നിരുന്ന് പാട്ട് മാറ്റി എഴുതാൻ തുടങ്ങിയിട്ടുണ്ടാവും. പാർലമെൻറ്റ് ഇനി എന്നാണ് തിരുത്തി പാടുക എന്ന് ചോദിക്കുന്നു. അമ്പാടി ഒക്കെ ഓരോ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഉസ്മാൻ കായംകുളത്ത് നിന്നാണ് എന്നോടൊപ്പം ചേരുന്നത്. ശ്രീ ഉസ്മാനെ, ഈ ചർച്ചയിൽ രാഹുൽ ഈശ്വറിനെ ഒരിക്കലും പങ്കെടുപ്പിക്കരുത്. അയാൾക്ക് പക്ഷെ ഇതിൽ പങ്കുണ്ടോ? രാഹുൽ ഈശ്വറിന് കണ്ടൊരു സ്വാമിയുടെ അതൊക്കെ ബന്ധുവായതുകൊണ്ട് ബന്ധുക്കൾക്കെതിരെയൊക്കെ നടപടി എടുക്കും. ഒരാൾ എൻ്റെ കുടുംബത്തിലാണെന്ന് വിചാരിച്ചു എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു, അതിന് ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ? തെറ്റ് ചെയ്തു ഇത് പറഞ്ഞുതരാം. നടിയുടെ പേരിൽ വസ്ത്രത്തിന്റെ പേരിൽ ചൊവ്വന്നൂർ ജ്വല്ലേഴ്സിന്റെ അദ്ദേഹത്തിന്റെ സപ്പോർട്ട് ചെയ്ത ആളാണ്. അതുപോലെ തന്നെ ദിലീപിന്റെ കാര്യത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത ആളാണ്. ഇപ്പൊ ഒരു അതിജീവിതയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത ആളാണ്. ഇപ്പൊ ജയിലിന് വേണ്ടിയിട്ട് ഇപ്പൊ ഇതിനു വേണ്ടിയിട്ട് ജാമ്യത്തിന് വേണ്ടിയിട്ട് നടക്കുകയാണ് ഈ രാഹുൽ ഈശ്വർ. ആണോ? ശരി, എന്തായാലും നോക്കാം നമുക്ക് എന്താ രാഹുൽ ഈശ്വറിന്റെ നിലപാട് എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ ലജീഷ് എന്നോട് ചേരുന്നുണ്ട്, കോഴിക്കോട് നിന്ന്. താഹ ചേരുന്നുണ്ട്, കൊല്ലത്തുനിന്ന് താഹ. ശ്രീ താഹ. അതെ സാർ. ഓക്കെ സാർ. അപ്പോൾ അവിടെ കൊല്ലത്തേക്ക് കൊണ്ടുവരികയാണ് ഈ ഇദ്ദേഹത്തെ കോടതി. എല്ലാം കൊല്ലക്കാരും മേളില. ഇതുപോലുള്ള ആളുകൾ അങ്ങോട്ട് കയറ്റരുതെന്നാണ് കൊല്ലത്തിന്റെ ആഗ്രഹം അല്ലേ? കൊല്ലം ഇപ്പോൾ ഒരു ഭാഗ്യമില്ലാത്ത ജില്ലയായി മാറിയിരിക്കുക. ആണോ? അപ്പൊ ശ്രീ താഹയ്ക്ക് ഇത് കേട്ടപ്പോൾ എന്ത് തോന്നി? ഇത് ഭക്തിയുടെ ആളുകൾ തന്നെ ഇത്തരം കേസുകൾ പ്രതിയാവുന്നു കേൾക്കുമ്പോ? എനിക്ക് തോന്നാം മന്ത്രം അറിയാവുന്ന ആള് തന്ത്രി, തന്ത്രം അറിയാവുന്നവൻ മന്ത്രി എന്ന് പറഞ്ഞാൽ ഇനി മന്ത്രിയെ പിടിക്കണം. ആണോ? ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ ലജീഷ് എന്നോടൊപ്പം ചേരുന്നത് കോഴിക്കോട് നിന്നാണ്. ലജീഷ്. ആദ്യമായിട്ട് പറയാനുള്ളത് വെച്ചാല് ഈ SIT ഉദ്യോഗസ്ഥന്മാർക്കും ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. കാരണം യാതൊരു രാഷ്ട്രീയ സധൈര്യമുള്ളൊരു നീക്കമാണ് അല്ലേ? സധൈര്യമുള്ളൊരു നീക്കമാണ് വിളിക്കുന്നു. സധൈര്യമുള്ള നീക്കമാണ്. അതുപോലെ തന്നെ ഒരു ഇച്ഛാശക്തിയുള്ള സർക്കാർ അവർക്ക് എല്ലാ ഒരു രാഷ്ട്രീയ സർക്കാരല്ല, ഇത് കോടതിയുടെ മേൽനോട്ടത്തിലാണ്. സർക്കാരിന് ഒരു പങ്കുമില്ലെന്ന് പറഞ്ഞ മന്ത്രി മാറി എല്ലാ സൗകര്യങ്ങളും സർക്കാർ നമുക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിലൊരു രാഷ്ട്രീയ ഇടപെടലും ഒന്നുമില്ലെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ കോടതിയല്ലേ നേരിട്ട് കേസ് നോക്കുന്നത്? കോടതി ഇത് 2019 മുതൽ നടന്നിട്ട് ഇതൊരു കുഞ്ഞു പോലും അറിയാതെ ഇവർ കൊണ്ടുപോയിരുന്നു. അപ്പോഴാണ്
ഇത് കോടതി ഇത് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അതിന് SITയെ ചുമതലപ്പെടുത്തുന്നു. അങ്ങനെ SITയെ രൂപപ്പെടുത്തിയതും ഒക്കെ കോടതിയാണ്, പോലീസാണ് കേസ് പിന്നെ രജിസ്റ്റർ ചെയ്തു. അങ്ങനെ ആദ്യ റിപ്പോർട്ട് സമർപ്പിച്ചു, സീൽഡ് കവറിൽ കാര്യം വയ്ക്കണമെന്ന് പറഞ്ഞു. ഇടയ്ക്കൊരു മന്ദഗതി ഉണ്ടായി, കോടതി നല്ല വിമർശനം കൊടുത്തു. പിന്നെ അത് ശക്തിയായി മുന്നോട്ട് പോയി. പ്രധാന പ്രതി നവംബർ 1 മറ്റോ അറസ്റ്റ് ചെയ്തു. നവംബർ 6 മുൻ തിരുവാഭരണം കമ്മീഷണർ എന്നിവരെയൊക്കെ പ്രതിയായി. അതുപോലെ 2025 ആകുമ്പോഴത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒക്കെ കേസിൻ്റെ ഭാഗമായി വന്നു. 26 നവംബർ ആകുമ്പോഴേക്കും 6 ആഴ്ച ടൈം ഡെഡ് ലൈൻ അവസാനിച്ചു. പിന്നെ ഒരു ഇൻട്രീം റിപ്പോർട്ട് കൊടുത്തു. അങ്ങനെ കോടതി ഇത് വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് കൊണ്ടുപോവുകയാണ്. അപ്പോൾ കോടതിക്കാണ് ഇതിൽ സത്യത്തിൽ ബിഗ് സല്യൂട്ട് കൊടുക്കുന്നത്. കാരണം കോടതി ഇത് ശക്തമായി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഈ കാട്ടുകള്ളന്മാരൊക്കെ ഇതും കൊണ്ട് പോയേനെ. ഏതായാലും ഇപ്പോൾ ഈ തന്ത്രി കുറ്റക്കാരനാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് എന്തായാലും അന്വേഷണം നടക്കുന്നു എന്ന് കോടതി പറയുകയാണ് ശരിയായ ദിശയിൽ. വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. അപ്പൊ സുധാസ് എന്നോടൊപ്പം ചേരുന്നത് കൊല്ലത്ത് നിന്നാണ്. കൊല്ലത്ത് നിന്ന് നിറയെ ആളുകൾ വിളിക്കുന്നുണ്ടല്ലോ, ഈ തന്ത്രി അങ്ങോട്ട് കൊണ്ടുവരുന്നു എന്ന് അറിഞ്ഞുകൊണ്ടാണോ സുധാസ്? ഹലോ അതെ, ഇപ്പോഴേ ഈ SITയുടെ അന്വേഷണം വളരെ ശരിയായ രീതിയിലാണ് നടക്കുന്നത്. ഈ അറസ്റ്റോടുകൂടി മനസ്സിലായി, വളരെ ശരിയായ രീതിയിലാണ് നടക്കുന്നത്. കാര്യം നമ്മളൊരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ തന്ത്രിക്കും പൂജാരിക്കും ഒക്കെ നൽകാവുന്ന ആ പ്രാധാന്യം, ആ ബഹുമാന്യം വളരെ വലുതാണ്. ഈ ശബരിമല തന്ത്രിയിൽ നിന്ന് ഇങ്ങനെ ഉണ്ടായ ഒരു സംഭവം ഉണ്ടാകുന്ന വെച്ചാൽ ഭക്തജനങ്ങൾക്കുണ്ടാകുന്ന മനോവിഷമം വളരെ വലുതാണ്. അപ്പൊ വളരെ മികച്ച രീതിയിൽ അന്വേഷണം കൊണ്ടുവന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഒരുപാട് പേരെ ഇതിനകത്ത് അറസ്റ്റ് ചെയ്യാൻ ഉണ്ടാവട്ടെ. എല്ലാ അയ്യപ്പസ്വാമി തെളിയിക്കുന്നതാണ് ഇതെല്ലാം. വ്യക്തമാണ്. അപ്പോൾ മറ്റൊരു നമ്മുടെ കൊല്ലംകാരനാണ് ഷാജി ഭാസ്കർ, സ്ഥിരം നമ്മുടെ പൊതുവേദി പ്രേക്ഷകനാണ്. അപ്പോൾ അതേ ഒന്ന് ഒരു സന്തോഷ വാക്ക് പ്രകടിപ്പിക്കുകയാണ്. നമ്മുടെ ഈ കമൻറ്റ് ബോക്സിൽ എല്ലാവരും ഇന്ന് വളരെ സഭ്യമായിട്ടാണ് കമൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചിലരെയൊക്കെ നല്ല വാക്കിൽ കമൻറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചതും അയ്യപ്പൻ മനുവിലൂടെ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, ഏതായാലും ഞാനല്ല, ഷാജി ഭാസ്കറാണ് സത്യത്തിൽ ഇതിൽ എല്ലാ അനുമോദനങ്ങളും അർഹിക്കുന്നത്. കാരണം പൊതുവേദിയിൽ ആരെന്ത് വിമർശനം ഉന്നയിക്കുന്നതും കുഴപ്പമില്ല, ശക്തമായ രീതിയിൽ ഉന്നയിക്കാം, ശക്തമായ ഭാഷയിൽ ഉന്നയിക്കാം. പക്ഷേ അത് വളരെ വളരെ സഭ്യമായ ഭാഷയിലായിരിക്കണം എന്ന് നിർബന്ധം പിടിച്ചത് ഷാജിയാണ്. ആ നിർബന്ധമാണ് മറ്റെല്ലാവരിലേക്കും, ഞാനും കൂടി അതിൻ്റെ ഒപ്പം നിന്നു, എല്ലാവരിലേക്കും ഞങ്ങൾ പടർത്തിയത്. ഇപ്പോൾ അത് നല്ല രീതിയിലാകുന്നു എന്ന് അറിഞ്ഞതിൽ സന്തോഷം. ദിലീപ് കുമാർ പറയുന്നത് കേസിൻ്റെ മേൽനോട്ടം വഹിക്കാൻ കോടതി ഇതുവരെ ഒരു ആക്ഷേപവും ഉന്നയിച്ചിട്ടില്ല എന്ന് പറയുന്നു. മന്ത്രി അറസ്റ്റ് ചെയ്തതിൽ നിന്ന് അന്വേഷണം ശരിയായ രീതിയിൽ പോകുന്നു എന്ന് തോന്നുന്നു. പക്ഷേ ഇതിന് മുകളിൽ മന്ത്രിയല്ല, തന്ത്രിയാണ്. പക്ഷേ ഇതിന് മുകളിൽ ആൾക്കാരുണ്ട്, അവരെ കൂടി അറസ്റ്റ് ചെയ്യണം എന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് ശ്രീമതി ശാന്തകുമാരി എന്നോട് പറഞ്ഞു. ശ്രീമതി ശാന്തകുമാരി നമ്മുടെ ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥയാണ്. അപ്പോൾ അവരെ നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകയാണെന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ 76 വയസ്സുള്ള ആളാണെന്നൊക്കെ എന്നോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സന്തോഷം. ഏതായാലും പൊതുവേദി വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ എന്നോട് പറയുകയും ചെയ്തു. അജീഷ് പറയുന്നു, മനുഷ്യട്ട് അയ്യപ്പനെ പൂജിക്കുന്നവർ തന്നെ പങ്കുണ്ടെന്ന് പറഞ്ഞാൽ സാധാരണക്കാർ ആരെ വിശ്വസിക്കണം എന്നാണ് ചോദിക്കുന്നത്. ഞാനിപ്പോൾ അതെല്ലാം പറയുന്നു. അമ്പാടി പറയുന്നു പാട്ടൊക്കെ മാറ്റി എഴുതേണ്ടി വരുമെന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ശ്രീനിവാസൻ തന്ത്രി മാത്രമൊന്നല്ല, ഈ ഇലക്ഷൻ മുപ്പാട് കുറച്ച് മന്ദഗതി SITയിൽ ഉണ്ടായിരുന്നു, കുറച്ചുണ്ടായിരുന്നു. ചൂട് പിടിച്ചോ? ഇപ്പൊ ഇലക്ഷൻ ക്ലിയർ ആയി വന്നുകൊണ്ടിരിക്കുന്നു. പല നേതാക്കന്മാരും തന്ത്രിയും മന്ത്രിമാരും ശരി, വ്യക്തമാണ്. അപ്പൊ രാജൻ തൃശ്ശൂരിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ രാജൻ, നമസ്കാരം സാർ. നമസ്കാരം. ഇപ്പൊ ഈ അന്വേഷണത്തെ പറ്റി ഇപ്പോ വളരെ നല്ല നിലയ്ക്ക് പോകണമെന്ന് എല്ലാവരും പറയുന്ന പോലെ ഞാനും അങ്ങനെ പറയുന്നു. പക്ഷെ നല്ല രീതിയിലാണ് പോകുന്നത്. ഇപ്പൊ മന്ത്രിയായാലും തന്ത്രിയായാലും ഈ അന്വേഷണം ഇപ്പൊ കേരളം ഭരിക്കുന്ന സർക്കാർ എന്തായാലും തടയില്ല എന്നൊരു ഉത്തമ ബോധ്യമാണ് ഇപ്പൊ തന്ത്രി വന്നത്. പിന്നെ ഈ പറയുന്ന പോലെ കൊള്ളയ്ക്ക് മുൻ മന്ത്രി ഞാൻ പക്ഷേ ശ്രീ രാജനെ കണ്ടിട്ട് കുറെ ദിവസമായല്ലോ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഞാൻ വിളിക്കുന്നുണ്ട്, 136 156 കോൾ ഡെയിലി ചെയ്യും. പക്ഷെ റിങ് ചെയ്യും, നമുക്ക് കോള് കിട്ടില്ല എന്ന് മാത്രം. എന്തായാലും എന്തായാലും ഈ അന്വേഷണം നല്ല നിലയ്ക്ക് പോകുന്നുണ്ട്. ഇതിൽ ഞാനൊരു കാര്യം പറയാം. ഇതിലിപ്പോ സഖാക്കൾക്ക് പങ്കുണ്ടെന്ന് വെക്കട്ടെ, ഒരു വടി വേണ്ട, അറസ്റ്റ് ചെയ്യാം, തക്കതായ ശിക്ഷ, അതിലൊരു തർക്കമില്ല. എന്തായാലും നല്ല രീതിയിൽ പോട്ടെ, പൊതുജനങ്ങൾ ഇത് മനസ്സിലാക്കട്ടെ. അതുപോലെ കോൺഗ്രസ്സുകാർക്ക് ഒന്ന് ചെവിയിലൊന്ന് ഊതി കൊടുക്കേണ്ട ഒരു ഗതികേടുണ്ട്. ഈ പാട്ടൊക്കെ ഒന്ന് മാറ്റി എഴുതാനും പറയാനും പറയേണ്ടി വരും. അപ്പൊ എന്തിനാവട്ടെ, നല്ല കാര്യം, നിങ്ങൾ ഈ യാത്ര തുടരുക. ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ ശ്രീ രാജൻ്റെ അഭിപ്രായം വ്യക്തമാണ്. അപ്പോൾ കൃഷ്ണദാസ്
ആനന്ദാസ് കൃഷ്ണദാസ് ആനന്ദാസ് എന്നോട് എന്താ പറയുന്നത്, ഇതൊക്കെ രാഷ്ട്രീയ കളിയാണ്, ഡി മണി ഇപ്പോൾ എവിടെ പോയെന്നാണ് ചോദിക്കുന്നത്. ഞാനും അതാണ്, ഡി മണിയൊക്കെ അന്വേഷണത്തിന് വകലുണ്ട്. ദിലീപ് എന്ന് പറയുന്നത് ദീപു കൊല്ലം ആണ് എന്ന്. അപ്പോൾ ദീപു കൊല്ലം എന്തോ ഇദ്ദേഹത്തെ മോശമായി വിളിച്ചു. അല്ല അങ്ങനെ അല്ല, ഞാൻ പറയുന്നത് ഗോളാന്തരം അതിപ്പോൾ തർക്കമായിട്ട് വരികയാണ്. അല്ല ഗോളാന്തരം അയാൾ നിങ്ങളെ വിളിച്ചു എങ്കിൽ അതും നമുക്ക് നിർത്തണം. നിങ്ങളും അത് ഇനി അങ്ങനെ ചെയ്യരുത്, അയാളും ചെയ്യരുത്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരു വൃത്തികെട്ട ഒരു ഭാഷ ഉണ്ടാകരുത്. അതിന് താങ്കൾ തന്നെ മുൻകൈ എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആരായാലും ശരി, അത് നമുക്കൊന്ന് അവസാനിപ്പിക്കണം. ഓക്കെ. അപ്പോൾ ഷാജി ഭാസ്കർ എനിക്ക് 3 ഹൃദയമൊക്കെ അയക്കുന്നുണ്ട്, നല്ല വാക്കിന് നന്ദി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാധാകൃഷ്ണൻ വൈറ്റിലിയിൽ നിന്നാണ് എന്നോടൊപ്പം ചേരുന്നത്. ശ്രീ രാധാകൃഷ്ണൻ, നമസ്കാരം. ഉണ്ണികൃഷ്ണൻ പോറ്റി, എ പത്മകുമാർ, മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസു, ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ, സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ, അങ്ങനെ നീളുന്നൊരു പട്ടികയിലാണ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാർ, മുൻ ദേവസ്വം ബോർഡ് അംഗം എൻ വിജയകുമാർ ഒക്കെ. ഇവരൊക്കെ പിടിയിലായതിനു ശേഷം ഇപ്പോൾ തന്ത്രിയിലേക്ക് എത്തുമ്പോൾ ശ്രീ രാധാകൃഷ്ണൻ വൈറ്റിലേക്ക് എന്ത് തോന്നുന്നു? ഇത് തന്ത്രിയിൽ മാത്രം ഒതുങ്ങി പോകരുത്. കാരണം ഇതിനകത്ത് എന്തായാലും നേതൃത്വം കൊടുത്തേക്കുന്ന ഒരാൾ തന്ത്രി അറിയാണ്ട് ഒന്നും നടക്കില്ല. അതുപോലെ ജയറാമിന്റെ പേരൊക്കെ വന്ന് അതിലും അന്വേഷണം വേണം. വിശ്വാസം വിൽപ്പനക്ക് വെച്ചേക്കണെന്ന് അറിയണ്ട. അപ്പൊ അത് കൂടി അന്വേഷണങ്ങൾ വേണം. വീട്ടിൽ കൊണ്ടുവരാമോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളെ ഒന്ന് വിളിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടതാണല്ലേ? അതെ തീർച്ചയായിട്ടും അത്രയുള്ള ആളുകളാണ്. അവരാണ് ഈ ഏറ്റവും കൂടുതൽ ഈ ഇത് പറഞ്ഞുകൊണ്ട് പരസ്യം. സംഗതി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട നടനാണ് ജയറാം. നല്ല നടൻ എന്നുള്ള രീതിയിൽ നല്ലതാണ്. പക്ഷേ അതുകൊണ്ട് ഈ ദൈവത്തിന്റെ സാധനം എടുത്ത് എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് പൂജിച്ചു കളയാം എന്ന് പറയുന്ന നിലപാട് എവിടെ നിന്ന്? അതെ, അത് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു തന്ത്രവും കൂടിയാണ് ഇതിന്റെ പുറകിലെന്നുള്ള അറിയണ്ടേ. അപ്പൊ അതിനകത്ത് ശക്തമായ ഒരു അന്വേഷണം വേണം. അതുപോലെ ഇതിന് നേതൃത്വത്തിൽ കൊടുത്തേക്കണം. അതായത് അവിടെ ഉള്ള എല്ലാവരും ഇതിനകത്ത് പങ്കാളിയാവും. ശരി, വ്യക്തമാണ്. അപ്പൊ രാജഗോപാൽ കൂടി എന്നോടൊപ്പം തൃപ്പൂണിത്തുറയിൽ നിന്ന് ചേരുകയാണ്. ശ്രീ രാജഗോപാൽ. സാർ, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഒരു കുറ്റാരോപിതം മാത്രമാണ്, തന്ത്രിക്ക് അനുകൂലമായിട്ടൊന്നും അല്ല പറയുന്നത്. തന്ത്രി മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൽ ഒരു കാര്യവും നടക്കൂല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവസ്വത്തിലെ ആൾക്കാര് പുള്ളി തന്ത്രി എന്ന് വെച്ചാൽ ദൈവജ്ഞൻ എന്താണ്, തന്ത്രി എന്ന് വെച്ചാൽ നമ്മുടെ ഭഗവാനെ എന്താണ് ഇതാണ്. പുള്ളി മാത്രം വിചാരിച്ച ഒരു കാര്യം അവിടെ നടക്കുവോ? ഇല്ല. ബാക്കി ഇതിൽ എത്രയോ പേരുണ്ട്. ഇത് തന്ത്രിയിൽ കൊണ്ട് ഇതിപ്പോ ഇലക്ഷൻ വന്നപ്പോഴത്തേക്ക് ഇതിനു മുമ്പുള്ള എത്ര പേരെ അറസ്റ്റ് ചെയ്യണം? അപ്പൊ ഇതൊരു എന്താണ് ഒരു ഒത്തുതീർപ്പ് ചർച്ചയുടെ ഭാഗമോ അല്ലെങ്കിൽ ഇതൊക്കെ ആൾക്കാരെ ഇപ്പൊ ഈ സമയത്ത് പൊടിയിടാണ്. തന്ത്രി മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ദേവസ്വ ക്ഷേത്രത്തിൽ ഒന്നും നടക്കില്ല. കാരണം ഞാൻ വർഷങ്ങളായിട്ട് അമ്പലങ്ങളായിട്ട് ബന്ധപ്പെട്ടും, എന്റെ പേര് പൂർണ്ണശ്രീ രാജഗോപാൽ എന്നാണ്, ഞാൻ ഡിവോഷണൽ സോങ്സ് ഒക്കെ ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും തന്ത്രി മാത്രം വിചാരിച്ചുകൊണ്ട് ഒരു കാര്യം നടക്കാൻ പോണില്ല. ഇനി ഒത്രയും വലിയ സ്രാവുകൾ ഇപ്പോഴും പുറത്ത് തന്നെയാണ്. അല്ല എന്ന് വെച്ചാൽ തന്ത്രി വിചാരിച്ചാൽ മാത്രം ഒരു ദേവസ്വത്തിന്റെ ഒരു പേപ്പർ അനങ്ങുള്ളൂ. പേപ്പർ അനങ്ങാണ്ട് സാധനങ്ങൾ പുറത്തേക്ക് പോകാൻ പറ്റും. ഇതൊക്കെ മനുഷ്യരെ പൊടിയിടുവോ? ഇപ്പോഴത്തെ ഇലക്ഷന്റെ ഈ വരുന്ന മാർച്ച് 1 നിയമസഭാ ഇലക്ഷന് വേണ്ടി ഒരു ഇത് ചെയ്യണം മാത്രമാണ്. ഞാനൊരു പാർട്ടിയുടെ ആളുമല്ല, ഒന്നുമല്ല. കാരണം ഞാൻ പറഞ്ഞ ഒരാൾ കുറ്റാരോപിതനായ ഒരു ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം കുറ്റാരോപിതൻ കുറ്റം തെളിയിച്ചു കഴിയുമ്പോൾ മാത്രമേ ആ വ്യക്തി ഇതാവുള്ളൂ. ഇപ്പൊ നമുക്ക് ദേവസ്വം ശ്രീ കെ ജയകുമാറിന്റെ പ്രതികരണം ഒന്ന് കാണാം. പ്രാവശ്യത്തെ തന്ത്രി അദ്ദേഹമല്ല, പ്രാവശ്യം മറ്റൊരാളാണല്ലോ തന്ത്രി, മോഹനന്റെ മകൻ. വലിയവരാണെങ്കിലും സംരക്ഷിക്കപ്പെടില്ല എന്ന സന്ദേശം അവനവന് അർഹതപ്പെട്ട കാര്യങ്ങളേ പറയാനുള്ളൂ. ഈ ചോദ്യങ്ങൾക്കൊന്നും ഞാൻ ഉത്തരം പറയാൻ ഞാൻ ആളല്ല. എന്തെങ്കിലും പറഞ്ഞ് വിവാദം ഉണ്ടാക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്വർണം പോയിട്ട് അവിടെ നിന്ന് എന്ത് നഷ്ടപ്പെട്ടാലും അയ്യപ്പന്മാർക്ക് മുഖം തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഇത്ര ആള് കൂടിയത്. വ്യക്തമാണ്. അപ്പോൾ അതാണ് നമ്മുടെ ശ്രീ കെ ജയകുമാർ സാറിൻ്റെ പ്രതികരണം. അപ്പോൾ അതോടൊപ്പം കൃഷ്ണകുമാർ എന്നോടൊപ്പം വിളിക്കുന്നത് അമ്പലപ്പുഴയിൽ നിന്നാണ്. ശ്രീ കൃഷ്ണകുമാർ, അമ്പലപ്പുഴ എന്ന് കേൾക്കുമ്പോൾ തന്നെ പാൽപ്പായസത്തിൻ്റെ ഒരു ഓർമ്മയാണ് വരുന്നത്. ഇപ്പോൾ എനിക്ക് പക്ഷേ ഡയബറ്റീസൊക്കെ ഉള്ളതുകൊണ്ട്, ഷുഗർ അങ്ങനെ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ പായസം അധികം കഴിക്കാറില്ല. എങ്കിലും കൃഷ്ണകുമാറിൻ്റെ പേരിനും ഒരു പാൽപ്പായസത്തിൻ്റെ മധുരമുണ്ട്. പക്ഷേ ഇങ്ങനെ ഈ കള്ളന്മാർ ഉന്നതരാണ് എന്നൊക്കെ ഉള്ള സംശയം വരുമ്പോൾ ശ്രീ കൃഷ്ണകുമാർ എന്ത് തോന്നുന്നു? ഇതേ നമ്മളൊക്കെ ഈ തന്ത്രിയെ നമ്മൾ കാണുന്നത് ദൈവതുല്യനായിട്ടാണ്. അതായത് അയ്യപ്പന്റെ ഒരു ശക്തിയായിട്ടാണ് നമ്മൾ ഇവരെ കാണുന്നതും അവരെ നമ്മൾ ബഹുമാനിക്കുന്നതും. ഇങ്ങനെ ഈ ഒരു തന്ത്രിയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ
ഹലോ 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 യെസ്, കേൾക്കാം. തന്ത്രി ഇതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സ്വർണ്ണക്കള്ള കൊള്ളയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ, അതിലെന്തെങ്കിലും അദ്ദേഹത്തിന് അറിവുണ്ടെങ്കിൽ കാണിച്ചത് തെമ്മാടിത്തരം തന്നെയാണ്. കാണിച്ചത്. ഇവിടുന്ന് സ്വർണ്ണപ്പാളി ഇളക്കി പുറത്തു കൊണ്ടുപോകരുതെന്ന് അറിയുന്ന ഒരാളാണ്. കോടിക്കണക്കിന് രൂപ ഓരോ വർഷവും ഇവരുടെ തന്ത്രിക്ക് കിട്ടുന്നതാണ്. അവർക്ക് എന്റെ നേരിട്ട് എനിക്ക് അനുഭവമുള്ളതാണ്. ഓരോ തമിഴ്നാട്ടിൽ നിന്നായാലും ആന്ധ്രയിൽ നിന്നായാലും വന്നിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നായാലും വരുന്ന ഭക്തര് ആയിരങ്ങളും 10,000 ലക്ഷങ്ങളും ഇവർക്ക് ദക്ഷിണയായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഈ മാതിരി ഈ തെമ്മാടിത്തരം കാണിച്ചത്? വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ചിലർ എന്നോടൊപ്പം യൂട്യൂബിൽ ചേരുന്നുണ്ട്. ശ്രീകുട്ടി സന്തോഷം എനിക്ക് കയ്യൊക്കെ കാണിക്കുന്നു. ശ്രീകുട്ടിക്കും ഹൈ, സന്തോഷിനും ഹൈ. ഓക്കെ. അപ്പോൾ എന്നോട് രാജഗോപാൽ BJP കാരനാണെന്ന് ഷിജു പറയുന്നുണ്ട്. അതെന്തായിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുന്നു. പുതിയ ജയിലുണ്ടാക്കാൻ സ്ഥലം കണ്ടെത്തേണ്ടി വരും. മന്ത്രിമാരുണ്ടെങ്കിൽ AC മുറിയൊക്കെ ജയിലിൽ ഏർപ്പാടാക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ സെബീന സുൽഫി നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ്. ശ്രീ സെബീനയും ശ്രീ സുൽഫിയും, അപ്പോൾ രണ്ടുപേരും നമുക്കൊപ്പം ചേർന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദിസ് സീംസ് ടു ബി എൻ ഇന്നെവിറ്റബിൾ അറസ്റ്റ് എന്നാണ് പറയുന്നത്. ഒഴിച്ചുകൂടാനാകാത്ത ഒരു അറസ്റ്റാണെന്നാണ് പറയുന്നത്. തന്ത്രി അറസ്റ്റ് ചെയ്ത് മന്ത്രിയെ കുറ്റവിമുക്തനാക്കിയോ എന്ന് രവിശങ്കരൻ ചോദിക്കുന്നുണ്ട്. ഏതായാലും ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന കാര്യം ഉറപ്പാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നബീൽ PR പറയുന്നു, കോൺഗ്രസും BJPയും തന്ത്രി അറസ്റ്റ് ചെയ്തിട്ട് ഒരു അക്ഷരം മിണ്ടുന്നില്ലല്ലോ എന്നാണ് നബീൽ PRൻ്റെ പരാതി. അവരും കൂടി പ്രതികരിക്കേണ്ടി വരും. നമ്മൾ പ്രതികരണമൊക്കെ എല്ലാവരോടും തേടുന്നുണ്ട്. ദിലീപ് കുമാർ പറയുന്നു, സ്വർണം കിട്ടിയില്ലെങ്കിലും കുറച്ച് ആളുകൾക്ക് എങ്ങനെയെങ്കിലും ഇത് കടകംപള്ളിയിൽ എത്തിച്ചാൽ മതി എന്നൊക്കെ. അത് കടകംപള്ളിയെ ഇവിടെ കുറെ പേര് ഇതിനു മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ആ അന്വേഷണ നടപടികളിലൂടെ ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരുന്ന സമയത്ത് എന്താണ് എന്നുള്ളത് അത് സംബന്ധിച്ച് അപ്പം നമുക്ക് പ്രതികരിക്കാൻ കഴിയുന്നു. എന്താ അത് അയാളോട് തന്നെ ചോദിക്കണം. എനിക്കറിയില്ല. അതൊന്നും പറയാൻ ഇപ്പൊ നമ്മൾ അന്വേഷണ നടപടിയുടെ ഭാഗമായി വിവരങ്ങൾ പുറത്തു വരും എന്നാണ് ഞങ്ങളിപ്പം പ്രതീക്ഷിക്കുന്നത്. അത് പുറത്തു വരുന്ന സമയത്ത് അതിനോടുള്ള നിലപാട് ഏതെങ്കിലും പറയേണ്ടതുണ്ടെങ്കിൽ നമ്മളപ്പം പറയാൻ തയ്യാറാണ്. ഒരാൾ പറയും ഈ നടന്ന പ്രചാരവേലയെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഞാനൊരു പ്രതികരണവും നടത്തുന്നില്ല. ഒരുപാട് അതൊക്കെയാണ് കളവ് പ്രചരിപ്പിച്ചെന്ന് പറയുന്നത്. അത്തരം കളവ് പ്രചരിപ്പിച്ച് തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും. അതെല്ലാം വളരെ വേഗത്തിൽ തന്നെ പുറത്തു വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു കാര്യം നിങ്ങളാരും ചോദിക്കാത്തെന്താ, ഏറ്റെടുക്കാത്തെന്താ? ഞാൻ പറയാം, ഈ പോറ്റി എന്ത് സുബ്രഹ്മണ്യം പോറ്റിയോ? ഉണ്ണികൃഷ്ണൻ പോറ്റി. സുബ്രഹ്മണ്യം പോറ്റി വേറെയാ, സോറി. അതെ, നമുക്ക് ഈ കുറ്റവാളികളെ ഒന്നും നമുക്ക് പേര് അധികം കിട്ടില്ല. കാരണം നമ്മൾ വെറുതെ കുറ്റവാളികളോടൊപ്പം സഞ്ചരിക്കല്ല. അതുകൊണ്ടാണ് അത് ക്ഷമിക്കുക. അതൊരു തെറ്റ്, ഒരു സ്ലിപ്പ് വന്നതാണ്. സുബ്രഹ്മണ്യം പോറ്റി ഒരു മഹാനായ ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ആ പേര് തന്നെ പറയാൻ പാടില്ലാത്ത ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ വലിയ സെക്യൂരിറ്റി സംവിധാനമുള്ള കോൺഗ്രസിന്റെ പ്രമുഖ നേതാവിന്റെ അടുത്ത് എങ്ങനെ എത്തി? അവർക്കിതിൽ പങ്കിടുന്നതെന്ന് ഞാൻ പറയുന്നില്ല. സോണിയാഗാന്ധിക്ക് ഇതിൽ പങ്കുണ്ടെന്നോ സോണിയാഗാന്ധിയുടെ ആവശ്യപ്രകാരമാണ് ഇദ്ദേഹത്തെ എത്തിച്ചതെന്നൊന്നും ഞാൻ പറയില്ല. അങ്ങനെ പറയാനുള്ള ഒരു തെളിവോ അങ്ങനെ പറയാനുള്ള യാതൊരു നിലയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷേ ഈ കുറ്റവാളിയെ ഇങ്ങനെ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ അവിടെ എത്തിച്ചല്ലോ. അവരെ കൂടെ കോൺഗ്രസിന്റെ നേതാക്കന്മാരുണ്ടായിരുന്നില്ലേ? അതില് അവർക്കൊന്നും പങ്കില്ല എന്നുള്ളതാണ് കൂടെ പോയ ആളുകൾ പറയുന്നത്. പിന്നെ എങ്ങനെ എത്തി? നമുക്കാർക്കെങ്കിലും അവിടെ എത്താൻ കഴിയും? കോൺഗ്രസിന്റെ പ്രമുഖരായ നേതാക്കന്മാർക്ക് അവിടെ എത്തിച്ചേരാൻ കഴിയുന്നതാണ്. അതൊക്കെ വിസ്മരിച്ചാളെന്ന് എന്തിനാ? അതൊന്നും ചർച്ചയില്ലല്ലോ എവിടെയും. അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യുന്നില്ലല്ലോ. അതിന്റെ അർത്ഥം ഈ കവർച്ചയിൽ അവർക്കാർക്കെങ്കിലും പങ്കുണ്ട് എന്നുള്ളതല്ല. ഈ കവർച്ചയിൽ പങ്കാളിത്തമുള്ള ഈ കുറ്റവാളികളെ
ഇന്ത്യയിലെ ഒരു ഉന്നത രാഷ്ട്രീയ നേതാവിൻ്റെ അടുത്ത് എങ്ങനെ എത്തിച്ചു? അതാരെത്തിച്ചു? എത്തിക്കാനുള്ള ഉദ്ദേശം എന്താണ്? ഇതെല്ലാം പരിശോധിക്കേണ്ടതല്ലേ? അപ്പൊ അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണ്ടേ? അത്തരം കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപങ്ങൾ പറഞ്ഞ് വലിയ പല വൈകൃതങ്ങളും കാണിച്ച് പരിഹസിച്ച് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഈ യഥാർത്ഥ വസ്തുതകളിൽ നിന്ന് മാറാൻ കഴിയും. അപ്പൊ അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം അതിന്റെ വസ്തുതകൾ എന്താണ് എന്നുള്ളതെല്ലാം പുറത്തു വരും എന്ന് തന്നെയാണ്. കുറച്ച് സമയം എടുക്കേണ്ടി വന്നു കഴിഞ്ഞാലും എല്ലാ കാര്യങ്ങളും പുറത്തു വരും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. യെസ്, അതാണ് ടി.പി. രാമകൃഷ്ണൻ ആണ് വാർത്താസമ്മേളനം നടത്തി വ്യക്തമാക്കുന്നത്. ഇതൊക്കെ എങ്ങനെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ളവർ ഒക്കെ സോണിയാഗാന്ധിയുടെ അടുത്തെത്തി, ആരൊക്കെയാണ് അതിന് ഒത്താശ ചെയ്തു കൊടുത്തത്, ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം നമ്മുടെ ശ്രീ രാജൻ കൊല്ലത്ത് നിന്ന് എന്നോടൊപ്പം ഉണ്ട്. ശ്രീ രാജൻ, ചുരുങ്ങിയ വാക്കുകളിൽ, നമുക്കിന്ന് നിറയെ പ്രേക്ഷകർ കാത്തു നിൽക്കുന്നതുകൊണ്ടാണ് കൊല്ലത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ പോറ്റിയെ, അല്ല നമ്മുടെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത തന്ത്രിയെ. രാജൻ, എനിക്ക് തോന്നുന്നു ശ്രീ രാജന് ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നം സംഭവിച്ചു. മോഹൻകുമാർ ആറന്മുളയിൽ നിന്നാണ് എന്നോടൊപ്പം ചേരുന്നത്. ശ്രീ മോഹൻകുമാർ. സാറേ, എനിക്ക് പറയാനുള്ള, എന്റെയൊക്കെ ചെറുപ്പത്തിൽ പോറ്റിമാരും തന്ത്രിമാരും എന്നൊക്കെ പറയുന്ന അമ്പലത്തിൽ പടച്ചോറ് കിട്ടുന്നതിന്റെ പങ്ക് കഴിച്ചായിരുന്നു ജീവിച്ചിരുന്നത്. അങ്ങനെ വേണമെന്നല്ല, അത് കഴിഞ്ഞ് ഇന്ന് സാമ്പത്തികമായി എല്ലാരും നാട്ടുകാരും ഒക്കെ ആയി കഴിഞ്ഞപ്പോ ഇവർക്ക് ഈ ദക്ഷിണ കൊടുത്ത് ഇന്ന് ഞങ്ങളുടെ അവിടെയൊക്കെയുള്ള പോറ്റിമാർക്കൊക്കെ കാറ്, ബുള്ളറ്റ്, 2 നില കെട്ടിടമൊക്കെ ഉണ്ട്. എല്ലാം ഈ ദക്ഷിണയിൽ കൂടാണ്. അവര് മോഷ്ടിച്ചു എന്നല്ല പറയുന്നത്. അങ്ങനെ കാശില് അർമാദിക്കാൻ തുടങ്ങുമ്പോൾ ആർത്തി കൂടി. അതായത് ദൈവികമുള്ള ചിന്തയൊക്കെ മാറിയിട്ട് ഇതേതോ ഈ നമ്മൾ ഈ ഗവൺമെന്റ് ഉദ്യോഗം പോലെ ആയി. അപ്പം അതിന്റെ ഒരു ഫലമാണ് ഇന്നത്തെ ഈ പ്രശ്നം എന്നാണ് താങ്കൾ കരുതുന്നത് അല്ലേ? ഏതായാലും വ്യക്തമാണ്. ഇന്ന് കുറച്ച് കൂടുതൽ പ്രേക്ഷകരുണ്ടാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ജയേഷ് ആലപ്പുഴയിൽ നിന്നാണ് എന്നോടൊപ്പം ചേരുന്നത്. ജയേഷ്, അപ്പോൾ സബീന സുൽഫി എന്നോട് പറയുന്ന ആക്ടർ ജയറാം ഈസ് ഓൾസോ ആൻസറബിൾ ഫോർ ദിസ് എന്നാണ് പറയുന്നത്. രാജഗോപാൽ പറയുന്നത് ഇനിയെങ്കിലും അപവാദ പ്രചരണങ്ങൾ കോൺഗ്രസ്സുകാർ മതിയാക്കണം, സത്യം എന്നായാലും പുറത്തു വരും, ഇതാ വന്നു കഴിഞ്ഞു, ഈ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ മാത്രമേ ഇങ്ങനെ സൂക്ഷ്മമായ ഒരു അന്വേഷണം നിഷ്പക്ഷമായ അന്വേഷണം നടക്കുമെന്ന്. ഇത് കോടതിയുടെ നേതൃത്വത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അരവിന്ദ് പറയുന്നു ജനനായകൻ അപ്ഡേറ്റ് വല്ലതും ഉണ്ടോ? എന്നാൽ തരും ജനനായകൻ്റെ അപ്ഡേറ്റ് എല്ലാം നമുക്ക് ഇവിടെ നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ചെറുതായി റിലീസ് വൈകും എന്നൊക്കെയാണ് ഇപ്പോൾ എനിക്ക് കിട്ടുന്ന ഏറ്റവും ഒടുവിലത്തെ വാർത്ത. ഏതായാലും കോടതിയിൽ നിന്ന് അനുകൂലമായൊരു വിധി കിട്ടിയ ഒരു സാഹചര്യത്തിൽ അത് വൈകുമെങ്കിലും അധികം വൈകല്ലേ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങളെപ്പോലെ ഞാനും ഈ പടമൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ രാജൻ കൊല്ലത്ത് നിന്ന് എന്നോടൊപ്പം ചേരുകയാണ്. ശ്രീ രാജൻ. സാറേ, ഞാൻ പറയുന്നതിന് മുമ്പ് സാർ കട്ട് ചെയ്തു. ഫോണിലെന്തോ കുഴപ്പമെന്നാണ്. വളരെ കാര്യമായിട്ട് തന്നെ നടക്കുന്നു. ഇനി അടുത്ത ആള് ആന്റണിയാണ്, പിന്നെ അടൂർ പ്രകാശ്, പിന്നെ നമ്മുടെ മാഡം ഡൽഹിയിലെ മാഡം, അത് കഴിഞ്ഞ് പിന്നെ മരുമോൻ കള്ളപ്പണം വെളുപ്പിച്ചു എന്നാ പറയുന്നത് റോബർട്ട് ഗാന്ധി. പുള്ളിയെ കൂടെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇതും തീരും. അതോടുകൂടി ഈ അന്വേഷണം പൂർണ്ണമാകും. ഒറ്റ കോൺഗ്രസ്സുകാരും അനങ്ങുന്നില്ല ഇപ്പൊ. ഞാൻ ആദ്യമേ പറഞ്ഞ ഈ തന്ത്രിയാണ് ഇതിന്റെ ആണിക്കല്ലെന്ന്. 5 സമയക്കുറവുകൊണ്ടാണ് ഞാൻ അങ്ങയിലേക്ക് വരാം. സുരേഷ് ബോംബെയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ സുരേഷ്. അതെ, എന്താന്ന് വെച്ചാൽ ഈ ഒരാളെ അറസ്റ്റ് ചെയ്ത് 1 അവറിനുള്ളിൽ നിങ്ങളത് അയാളെ കുറ്റവാളി എന്നുള്ളതിലേക്ക് പറയാൻ വന്നത് ശരിയാണോ എന്നൊരു തോന്നല്. ഞാൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് കുറ്റവാളി എന്ന രീതിയിൽ പറഞ്ഞില്ല, പ്രതി എന്ന രീതിയിലാണ് പറയുന്നത്. പക്ഷെ പ്രതിയാണ് കേട്ടോ. ഇതേവരെ എല്ലാവരും പറയുന്നത് 1 അവറിനുള്ളിൽ ഇത്രയും പെട്ടെന്ന് ന്യൂസായി, ഇത്ര പെട്ടെന്ന് എന്താ പറയുക, ഒരാളെ വളരെ താഴ്ത്തി കെട്ടുന്ന പോലെ തോന്നിപ്പോയി. ഇത് അല്ല ശ്രീ സുരേഷ്, അതിലൊരു ചെറിയ നിർവാഹമില്ല. ചിലപ്പോഴൊക്കെ ആളുകൾ നിരപരാധിത്വം തെളിയിച്ച് പുറത്തു വരാറുണ്ട്. പക്ഷേ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഇത്തരം ആളുകൾ ഇതൊക്കെ തങ്ങളിലേക്ക് വരാതിരിക്കാനുള്ള അതീവ ജാഗ്രത കാണിക്കേണ്ട വലിയ ഉത്തരവാദിത്വം അവർക്കുണ്ട്. അതവർ നടപ്പിലാക്കണം. അപ്പൊ ഇതേ കുറ്റക്കാരനായിരിക്കില്ല, പക്ഷേ സംശയത്തിന്റെ നിഴലിൽ പോലും വരാൻ പാടില്ലാത്ത ഒരാളായിരുന്നു. മാത്രവുമല്ല, അങ്ങ് ധരിക്കുന്നത് ഇത്തരം പല കേസുകൾ വരുമ്പോൾ ഇതൊക്കെ കോടതി അവസാനം കുറ്റവാളിയാണെന്ന് സുപ്രീം കോടതി അവസാനം കണ്ടെത്തുന്നതുവരെ കാത്തിരുന്നാൽ പിന്നെ മാധ്യമം ഉണ്ടായിട്ട് കാര്യമില്ല. പല കേസുകളും വളരെ സത്യസന്ധമായ രീതിയിൽ അന്വേഷണം നടക്കുന്നതും പിന്നീട് അതിൻ്റെ പുറത്ത് നീതിയുക്തമായ ന്യായ സംവിധാനത്തിൻ്റെ പ്രവർത്തനം ഉണ്ടാകുന്നതും ഇതൊക്കെ പൊതുജനങ്ങൾ അറിയുന്നുണ്ട് എന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണെന്ന് അങ്ങ് മനസ്സിലാക്കാതിരിക്കരുത്. ബിനോയ് കൊല്ലം എന്നോടൊപ്പം ചേരുന്നു. ഞാൻ ആരെയും കുറ്റവാളിയാക്കിയതല്ല ബിനോയ്, പക്ഷേ പറയാനുള്ളത് പറയാതിരിക്കാനാകില്ല. ഇതൊക്കെ
ഇപ്പോൾ എന്തിലേക്കുള്ള സൂചനയാണെന്നാണ് ബിനോയ് കരുതുന്നത്? പറയുന്നത് മനു നമസ്കാരം, പറയുന്നത് നല്ലത് തന്നെയാണ്. താങ്കൾ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള ഒരു പൊസിഷനിലൊക്കെ ഇരിക്കുമ്പോൾ തന്ത്രി എന്നൊക്കെ പറയുമ്പോൾ നമ്മളെല്ലാവരും ഏത് ജാതി മതം എന്നുള്ളതല്ല, വളരെ ഭക്തിയോടുകൂടിക്കാണ് നമ്മൾ തന്ത്രിയെ കാണുന്നത്. ദൈവം കഴിഞ്ഞാൽ പിന്നെ ശബരിമലയിൽ നമ്മൾ കാണുന്ന അവിടുത്തെ തന്ത്രിയുടെ രീതിയും ശൈലിയും ഒക്കെ തന്നെയാണ്. അപ്പം അവരൊക്കെ അതിന് വിധേയമായിരിക്കണം. അവരങ്ങനെ ആ ഒരു ട്രാക്കിൽ പോലും വരാനോ ചിന്തിക്കാനോ ഒന്നും ചിന്തിക്കുന്നവർക്ക് പോലും അവർക്ക് എതിരായി വേണം സംസാരിക്കേണ്ടുള്ളത്. അതുകൊണ്ട് ഇനി ഞാൻ പറയുന്നു, ഇനി തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ കണക്ക് ചർച്ചയും ഫ്ലാഷ് ന്യൂസും ബ്രേക്കിംഗ് ന്യൂസും എല്ലാം കൊടുക്കും. മനസ്സിലായ? അത് ആരെ കുറിച്ചാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ഞാൻ പറയാതെ 2 പേര് ഇനി കുടുങ്ങാനുണ്ട്. ഒരു മന്ത്രിയും ഒരു മുൻ മന്ത്രിയും ഉറപ്പായിട്ട് കുടുങ്ങാനുണ്ട്. നമ്മൾ വിചാരിച്ചു പ്രശാന്ത് ഇതിനകത്തൊന്നും ഇല്ലാന്ന്. പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ അറിഞ്ഞു വരുമ്പോൾ ഇതിന്റെ ഒരു ഭാഗവാക്കായി പ്രശാന്ത് വരുന്നു, പിന്നെ മുൻ MLA വരുന്നു, പുതിയ വാസൻ മന്ത്രിയും ഇതിനകത്ത് കുടുങ്ങാൻ പോകുന്നു. ഏതോ ഒരു ഇടതുപക്ഷ സഹോദരനാണെന്ന് തോന്നുന്നു. അദ്ദേഹം പറയുന്നു ഫോട്ടോ എടുത്തവരെ അല്ല അന്വേഷിക്കുന്നത്, ശബരിമലയിൽ അയ്യപ്പന്റെ വിഗ്രഹം കട്ടുകൊണ്ടുപോയവരെയാണ് ഇപ്പൊ SIT പ്രതിയാക്കും. ഈ SIT വെറുതെ അല്ല പ്രതിയാക്കി തന്ത്രിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനൊക്കെ അതിൻ്റെതായ കാര്യങ്ങളും അതിൻ്റെതായ തെളിവുമുണ്ട്. ശരി, അപ്പൊ സമയക്കുറവ് കൊണ്ടാണ് നമുക്ക് ഇത് കൂടുതൽ വിശദമായി സംസാരിക്കാം മറ്റൊരു ദിവസത്തിൽ. അപ്പൊ ജിൽസൺ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ, സമയം കഴിയാറായി. ഇത് അന്വേഷണം ഇത്രയും വ്യക്തമായും വളരെ നല്ല നിലയിലും പോകുന്ന അന്വേഷണമാണ്. അത് പലരിലേക്കും എത്തേണ്ടി വരും. അത് ഇന്ന വ്യക്തി ഒരു ദൈവതുല്യൻ എന്നതിലുപരി ഇനിയും കുറെ ആളുകൾ മഹാന്മാരൊക്കെ ഇതിൽ പെടാനുണ്ടെന്നാണ് ശ്രീ ജിൽസൺ കരുതുന്നത്. അല്ല, ആ മഹാന്മാർ പെടാനുണ്ടോ ഇല്ലേ എന്നുള്ളത് അത് നിങ്ങൾ വിരൽ ചൂണ്ടുന്നത് മുൻ മന്ത്രിമാരിലേക്കാണെങ്കിൽ അത് വെറും രാഷ്ട്രീയം മാത്രമാണ്. അത് അങ്ങനെ ഒരു രാഷ്ട്രീയമായ രീതിയിലല്ല ഇത് കേസിനെ കാണേണ്ടത്. ഈ കേസിൽ ആരാണോ ഇത് തെറ്റ് ചെയ്ത് അവരെ കണ്ടെത്താനാണ് നമ്മൾ നോക്കേണ്ടത്. അവർക്ക് തെറ്റ് ചെയ്യാതെ തന്നെ ഇത് അവിടുന്ന് കൊണ്ടുപോയ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പിന്നെ അവരെ വെറുതെ നമ്മൾ ആക്ഷേപിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പം അത് അവരിലേക്ക് എത്തുമെങ്കിൽ എത്തട്ടെ. ഏത് രീതിയിലും വളരെ നല്ല രീതിയിലാണ് ഈ ഗവൺമെന്റ് ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെതിരെ കോടതിയാണ് അന്വേഷിക്കുന്നത്. ശരി, കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തുന്നത് SIT ആണല്ലോ. 2019 നടന്ന സംഭവമാണ്. കോടതി സ്വമേധയാ കേസെടുക്കുന്നതിന് ഇതിനെക്കുറിച്ച് ആർക്കും ഒരു പരാതി ഉണ്ടായിരുന്നില്ല. ഇവിടെ ഒരു ദേവസ്വം ബോർഡ് ഉണ്ടായിരുന്നില്ലേ? ഇവിടെ ഇത് നോക്കാനായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നില്ലേ? ഒരു ഭഗവാന്റെ സ്വർണ്ണപ്പാളി അവിടുന്ന് പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്ന് അറിയുന്ന ഒരാളും ഈ ഭരണ സംവിധാനത്തിനകത്തുണ്ടായിരുന്നില്ലേ? എന്നിട്ടാണ് ഇതെടുത്ത് നാട് നീളെ കൊണ്ടു നടന്ന് നടീനടന്മാരുടെ വീട്ടിൽ കാഴ്ച വസ്തുക്കളായി വെച്ച് പിന്നീട് നേർച്ചപ്പണങ്ങൾ കൈപ്പറ്റി അങ്ങനെ കൊട്ടിഘോഷിച്ച് കൊണ്ടു നടന്ന് വിറ്റ് കാശാക്കിയത്. പിന്നെ ആരുടെ അശ്രദ്ധ കുറവ് കൊണ്ടാണെന്ന് ഞങ്ങൾ കരുതണം. ഇതിൽ എനിക്കാരെയും പ്രത്യേകിച്ച് കുറ്റപ്പെടുത്താനോ പ്രത്യേകിച്ച് രാഷ്ട്രീയമോ ഒന്നുമില്ല. പക്ഷെ കഴിവില്ലാത്തവർ, ഇത് ഭരിക്കാൻ കഴിവില്ലാത്തവർ അതിന്റെ തലപ്പത്ത് കയറി ഞെളിഞ്ഞിരുന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് എന്ന് പറഞ്ഞ് മുണ്ടിന്റെ കരയും പിടിച്ച് നടക്കാൻ പോകാതിരുന്നാൽ അത്രയും നല്ലത്. അറിയാവുന്ന പണിയുണ്ടല്ലോ പലതും, അത് ചെയ്യുന്നതാണ് നല്ലത്. ജോസഫ് ബാംഗ്ലൂരിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ജോസഫ്, യെസ്, ഗുഡ് ഈവനിങ് മനു. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഷുഗർ ലെവലൊക്കെ എങ്ങനെയുണ്ട്? അതിപ്പോ കുഴപ്പമില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പിന്നെ ഫുൾ ഷുഗർ കട്ടിലാണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്, ദൈവങ്ങളോട് അടുത്തു നിൽക്കുന്ന ആൾക്കാർക്ക് ദൈവങ്ങളിൽ വിശ്വാസമില്ല. അത് ക്രിസ്ത്യാനി ആയാലും ശരി, ഹിന്ദു ആയാലും ശരി, മുസൽമാൻ ആയാലും ശരി, ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന പാവപ്പെട്ട നമ്മളെപ്പോലുള്ളവർക്കാണ് ദൈവവിശ്വാസമുള്ളത്. ഇവർക്ക് ശാക്കലം പോലും വിശ്വാസമില്ലതിന്റെ തെളിവാണ് ഇത്. അത് ഒരല്പം ഭയമുണ്ടായിരുന്നെങ്കിൽ അല്ലേ, അവിടുന്ന് ഒരു ഇത് മുകളിലിരുന്ന ഒരാൾ ഇത് കാണുന്നുണ്ടല്ലോ എന്നൊരല്പം ഭയമുണ്ടായിരുന്നെങ്കിൽ ഇതുപോലുള്ള പോറ്റി മറ്റുള്ളവരെയൊക്കെ കൂട്ടുകൂടാൻ തന്നെ പോകില്ലായിരുന്നു അല്ലേ? ഒരിക്കലും ചെയ്യില്ല. കാരണം ഇവർക്ക് ഒരു ഒരു സെന്റൻസ് പറയട്ടെ, ഞാൻ ക്രിസ്ത്യനായിട്ട് പറയാണ്, കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഒരു മലയോട് മാറാൻ പറഞ്ഞാൽ മാറും ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ എന്ന് ബൈബിളിൽ പറയുന്നു. ഇവര് പോയിട്ട് ഇപ്പം ഈ ഇലക്ഷൻ വരിക, ഞങ്ങളുടെ മതത്തിന് ഇത്ര സീറ്റ് എന്ന് പറഞ്ഞിട്ട് പോകുമ്പം അവർക്ക് ദൈവത്തിലാണോ വിശ്വാസം അതോ രാഷ്ട്രീയത്തിലാണോ വിശ്വാസം? ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ സമയക്കുറവ് കൊണ്ടാണ് ശ്രീ ജോസഫ് താങ്കളുമായി കൂടുതൽ സംസാരിക്കണമെന്ന് എനിക്കുണ്ട്. താങ്കൾ എനിക്ക് അത്രയും പ്രിയപ്പെട്ട ആളുമാണ്. അപ്പോൾ എങ്കിലും ഞാൻ അടുത്ത ദിവസം നമുക്ക് വിശദമായി സംസാരിക്കാം. വിഷ്ണു കൊല്ലത്ത് നിന്ന്. വിഷ്ണു. ഹലോ. തെറ്റ് ചെയ്ത ആരായാലും ശിക്ഷിക്കപ്പെടും. പിന്നെ ഞാൻ അവസാനമായിട്ട് ശബരിമല പോയി 2018 അതിനുശേഷം പോയിട്ടില്ല. ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം നടക്കുമെന്ന് പോകാൻ തോന്നുന്നില്ല. എന്റെ കൂടെ ഉള്ളവരായാലും ഫ്രണ്ട്സ് ആയാലും എല്ലാം ഇത് തന്നെ പറഞ്ഞു.
പിന്നെ ഏറ്റവും ശബരിമല നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഫണ്ടെല്ലാം വരുന്നത് ഈ വെളിയിൽ നിന്നുള്ള അയ്യപ്പന്മാരാ. ആന്ധ്രാപ്രദേശ് ആയാലും തമിഴ്നാടിനായാലും കർണാടക എന്നൊക്കെ. ഇതൊക്കെ ഇങ്ങനത്തെ ന്യൂസ് ഒക്കെ അവർക്ക് കേൾക്കുമ്പോൾ ഇനി അവരും വരാതാവും. ശബരിമല ഫുള്ളി ഒരു തകർച്ചയുടെ അവസ്ഥയിലാണ് എത്തുന്നത്. വ്യക്തമാണ്. അപ്പൊ സമയക്കുറവ് കൊണ്ടാണ് ഞാൻ പിന്നെ ഇതിലൊക്കെ ഇടപെടേണ്ടി വരുന്നത്. അപ്പൊ വിഷ്ണു, താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. ഓക്കെ. അപ്പോൾ രാജഗോപാൽ എന്നോട് പറയുന്നത് താങ്കൾക്ക് എന്താണ് ഇത്ര ആവേശം, താങ്കൾ ഇപ്പോൾ ആരെയാണ് പ്രതിയാക്കേണ്ടത്? എനിക്ക് ആരെയും പ്രതിയാക്കേണ്ട, സത്യസന്ധമായ ഒരു അന്വേഷണം നടക്കണം. ആയിരക്കണക്കിന്, ഞാൻ അവിടെ ഇഷ്ടംപോലെ തവണ ശബരിമലയിൽ ഡ്യൂട്ടി ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും മനോഹരമായ കാഴ്ചകൾ, കാലിന് ചില പ്രയാസങ്ങളുള്ളവർ കൈകുത്തി മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്ന് നടന്ന് വരുന്നതിൻ്റെ കാഴ്ച കാണാം. അവർ എത്ര ഭക്തിയോടുകൂടി കൊണ്ടാണ് അവരുടെ അധ്വാനത്തിൻ്റെ ഒരു ഭാഗം അവിടെ നിക്ഷേപിക്കുന്നത്. അത് മനുഷ്യ നന്മയ്ക്കായി ലഭിക്കും എന്ന ഒരു പ്രതീതിയിലാണ് അവരത് ചെയ്യുന്നത്. എത്രയോ ആളുകളാണ് അവരുടെ ദുഃഖങ്ങൾ അവിടെ വന്ന് പറയുന്നത്. ആ ഹരിവരാസനം പാടുന്ന ആ നിമിഷം സന്നിധാനത്തിലുള്ള ആർക്കും മനസ്സിലാകും. ആ പാട്ട് കേൾക്കുമ്പോൾ അവിടെ നിന്ന് കരയാത്തവർ എത്ര പേരുണ്ടാകും. ഒക്കെ എല്ലാവരും ആ ഘട്ടത്തിൽ ദൈവത്തെയാണ് അനുസ്മരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഘട്ടത്തിലാണ് അവിടെ നിന്ന് ഈ പണം കൊണ്ടുപോയതിൽ ഇത്രയും പ്രമുഖർക്ക് പങ്കുണ്ടെന്നറിയുമ്പോൾ എനിക്ക് രോഷം അടക്കാനായില്ലെങ്കിൽ അത് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പിന്നെ ഗോളാന്തരം പറയുന്നു, ഒറ്റയടിക്ക് ഷുഗർ കട്ട് ചെയ്യരുത്, ക്രമേണ കുറയ്ക്കണം, അല്ലെങ്കിൽ വീക്കായി പോകുമെന്ന്. ഞാൻ പക്ഷേ ഏതാണ്ട് അതിൻ്റെ ഇടയിൽ ചില അങ്ങനെ ഒരു അത് അങ്ങ് പറഞ്ഞ് ശരിയാണ്, എനിക്ക് അങ്ങനെ ചില പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ അത് ഞാൻ ഡോക്ടറോട് പറഞ്ഞ് എൻ്റെ ഒരു നിയന്ത്രണത്തിലേക്ക് നീങ്ങുകയാണ്. പക്ഷേ ഷുഗർ മൊത്തത്തിൽ ഒഴിവാക്കുക എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഏതായാലും ഞാൻ യൂട്യൂബിലും ഈ വിഷയം പ്രേക്ഷകരോട് ചർച്ച ചെയ്തിരുന്നു. ഞാൻ അവർക്ക് മുന്നിൽ ഒരു പ്രധാന ചോദ്യം വെച്ചത് ആ ദൈവതുല്യൻ ആരാണ്? പത്മകുമാർ പറഞ്ഞത് ആ ദൈവതുല്യൻ തന്ത്രിയാണോ എന്ന് ചോദിക്കുമ്പോൾ 66% ആളുകളും തന്ത്രിക്ക് നേരെയാണ് വിരൽ ചൂണ്ടുന്നത്. അതേസമയം 34% ആളുകൾ അല്ല, വേറെയും ചില ആളുകൾ ഇതിന് മുകളിലുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. ഏതായാലും ശബരിമല ക്ഷേത്രത്തിൻ്റെ സ്വത്തുകൾ സംരക്ഷിക്കേണ്ടത് അത്യന്തം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശബരിമല എന്നത് അത് ഒരു ആരാധനാലയമാണ്. കോടിക്കണക്കിന് ഭക്തരുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്രമാണ്. തലമുറകളിലൂടെ സമർപ്പിക്കപ്പെട്ട വഴിപാടുകളും സ്വത്തുക്കളുമാണ് ശബരിമലയുടെ സമ്പത്ത്. അതിൽ കൈവയ്ക്കുന്നത് വിശ്വാസത്തോടുള്ള വഞ്ചനയാണ്. അഴിമതിക്കെതിരായ പ്രതിരോധമാണ് ഇവിടെ അത്യന്താപേക്ഷിതമായി മാറുന്നത്. ഇത്തരം കുറ്റകൃത്യങ്ങൾ തടയേണ്ടിയിരിക്കുന്നു. ഈ കുറ്റത്തിന് ഉത്തരവാദികളായ ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നേ മതിയാകൂ. ക്ഷേത്രസ്വത്ത് സംരക്ഷിക്കുന്നത് മതപരമായ ഒരു കടമ മാത്രമല്ല, അത് സാമൂഹികമായ ഒരു ഉത്തരവാദിത്വമാണ്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.